Okay, good morning everyone. So good evening, good afternoon. Good afternoon, right? എല്ലാവരും ജോയിൻ ചെയ്തോ? ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാണ്ടോ? പാർട്ടിസിപ്പൻസ് കുറവാണല്ലോ. റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെ ലിങ്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റേഴ്സ് ബാച്ചിലുള്ളവരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ശരി, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. റൈറ്റ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മുടെ ലാസ്റ്റിലോട്ട് നീങ്ങിയിരിക്കുക. മാത്സ് അതിന്റെ ഫിനിഷിങ്ങിലോട്ട് നീങ്ങിയിരിക്കുകയാണ്. മെജോറിറ്റി പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ വളരെ കുറച്ച് സമയം എടുത്തിട്ടുള്ള മാത്സ് കംപ്ലീറ്റ് ചെയ്യും. കാരണം നമ്മുടെ സ്ട്രാറ്റജി സിമ്പിൾ ആയിട്ടുള്ളത് വേഗം തീർക്കാന്നായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി. ഇനി ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ, അത് മാത്സിനെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചില്ലെങ്കിൽ പോലും നോ ഇഷ്യൂ, പക്ഷെ പഠിക്കണം. ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്, എത്രത്തോളം ഡിഫിക്കൽട്ട് വരും എന്നറിയാം. സോ ഐ തിങ്ക് ഐ ക്യാൻ ഫിനിഷ് മാത്തമാറ്റിക്സ് ടുഡേ. ഏകദേശം തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പെർമ്യൂട്ടേഷൻ മനസ്സിലായ പിന്നെ കോമ്പിനേഷൻ അധികം സമയം വേണ്ട.
It's very easy. So I think I can finish today itself. Okay. Okay. Are you ready? Are you ready? Please respond. Okay. Okay. Yes. നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ? 6th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതല്ലേ? ഫിനിഷ് റൈറ്റ്? 6th ആറ് നമ്മൾ ചെയ്തതല്ലേ? യെസ്. 7 ചെയ്തു നോക്കാൻ പറഞ്ഞിരുന്നു അല്ലെ? നമുക്ക് ചെയ്തു നോക്കാം. 7 വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. Find how many ways can the letter of the word purpose be arranged? Purpose എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുക. എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? പർപ്പസ് എന്ന് പറയുന്ന വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ലെറ്റർ റിപ്പീറ്റേഷൻ ആണ്. 2 തവണ വന്നിട്ടുണ്ട്. ഒരു തവണ എന്താണ്? ഒരു ലെറ്റർ റിപ്പീറ്റേഷൻ ആണ്. എത്ര തവണ വന്നിട്ടുണ്ട്? 2 തവണ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ലെറ്റർ റിപ്പീറ്റേഷന്റെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് ലെറ്റർ റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സാഹചര്യം എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുമ്പോ ഒരു എക്സാമ്പിൾ വിചാരിക്കുന്നു. ലാഗ് ഉണ്ടോ? നല്ല ലാഗ് ഉണ്ടോ? നെറ്റിന്റെ ഇഷ്യൂ ആണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നെറ്റിന്റെ ഇഷ്യൂ ആണ്. ഇപ്പൊ എങ്ങനെയാ? ലാഗ് ഉണ്ടോ? വീഡിയോ ലാഗ് ഉണ്ടല്ലേ? ഇപ്പോ വീഡിയോ ലാഗ് ഉണ്ടോ? ഇപ്പൊ എങ്ങനെയാ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വീഡിയോന്റെ ഓഡിയോ ഈ നെറ്റിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ അല്ലാതെ ഒന്നുമില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുന്നു. നെറ്റിന്റെ ഇഷ്യൂ. വൈഫൈ ഒക്കെയാണ്, പണ്ട് ഒരു കാര്യമില്ല. ഓൾ ക്ലിയർ. ഓക്കെ റിസ്വാൻ, ഓൾ ക്ലിയർ. വളരെ ഇപ്പൊ ഓക്കെ. ജോയൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, നമ്മൾ ഈ പർപ്പസ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുറേ വേർഡ്സ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിലൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ആ കുഴപ്പം എത്രയേ ഉള്ളൂ. സി, നോർമലി നമുക്ക് വേണമെങ്കിൽ പറയാം 7 ഉള്ളത് കൊണ്ട് 7 ഫാക്ടോറിയൽ വേസിൽ 7 ഫാക്ടോറിയൽ 7p7 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 7p7 എന്ന് പറഞ്ഞാൽ രണ്ടോ ഒന്നാണല്ലോ. 7p7 വേസിൽ അറേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞാൽ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക് എന്നറിയോ? ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. പി 2 പിയും പിയും ഒരുമിച്ചിട്ടിട്ട് UROSC ഇങ്ങനൊരു വാക്ക് ഞാൻ എഴുതി. ഓക്കെ. എന്നിട്ട് വേറൊരു വാക്ക് ഞാൻ എഴുതാണ്. ആ ഫസ്റ്റത്തെ പി ഇങ്ങോട്ടിട്ട് രണ്ടാമത്തെ പി അങ്ങോട്ടിട്ട്, ഒന്നാമത്തെ പി അങ്ങോട്ടിട്ട് രണ്ടാമത്തെ പി ഇങ്ങോട്ടിട്ട്, എന്നിട്ട് ഞാൻ വീണ്ടും ഒരു വാക്ക് എഴുതി PRUSC. ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി ഇത് രണ്ടും 2 വാക്കാണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം 2 വാക്കാണ്. ബട്ട് ആക്ച്വൽ ബൈ ലുക്കിംഗ് 2 വാക്കാണോ? 2 വാക്കല്ല. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയേ. ഇനി 2p ഒരുമിച്ചിട്ടിട്ട് ഇതിപ്പോ ഒരു കേസാണ് ഞാൻ എഴുതിയത്. ഇനിയും കേസ് ചെയ്ത് എനിക്ക് 2p ഒരുമിച്ചിട്ടിട്ട് RUOSC എഴുതാം. 2p അങ്ങോട്ടുകൊണ്ട് മാറ്റി RUOSC എഴുതാം. p അങ്ങോട്ടോട്ട് മാറ്റിയിട്ട് RUOSC എഴുതാം. അപ്പോ 7 ഫാക്ടോറിയൽ എന്ന് ഞാൻ പറഞ്ഞ ഇതും കൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇതും കൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇതും കൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇതും കൗണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കൗണ്ട് ചെയ്തിട്ടുള്ള ഫൈനൽ എണ്ണമാണ് 7 ഫാക്ടോറിയൽ. പക്ഷെ റിപ്പീറ്റേഷൻ വന്നിട്ടില്ല. ഇവിടെ 2 തവണ റിപ്പീറ്റേഷൻ വന്നിട്ടില്ലേ? അല്ലെ? ശരിയല്ലേ? ഇപ്പൊ ഞാൻ ഈ കാണിച്ച കൗണ്ടിങ്ങിൽ തന്നെ 2 കൗണ്ട് തെറ്റല്ലേ? തെറ്റാണോ? അല്ലെ? PPRUOSC ഒരു തവണ എണ്ണാൻ പറ്റുള്ളൂ. PPUROSC ഒരു തവണയല്ലേ എണ്ണാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതലായിട്ട് എണ്ണിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറക്കാൻ വേണ്ടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റേഷൻ ഉണ്ടോ? ആരാ റിപ്പീറ്റേഷനിലെ? പി. എത്ര തവണ? 2 തവണ. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ചെയ്താൽ മതി. ആൻസർ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ.
ഇതിൽ ഒരെണ്ണേ കൗണ്ട് ചെയ്യുള്ളൂ, ഇത് രണ്ടും കൗണ്ട് ചെയ്യില്ല, ഇയാളെ കൗണ്ട് ചെയ്യില്ല, ഒരെണ്ണേ കൗണ്ട് ചെയ്യുള്ളൂ, ഇയാളെ കൗണ്ട് ചെയ്യില്ല, ഒരെണ്ണേ കൗണ്ട് ചെയ്യുള്ളൂ. അങ്ങനെ അതിനെ കുറക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. എത്ര തവണ റിപ്പീറ്റേഷൻ ഉണ്ടോ അത്ര തവണ ഡിവൈഡ് ബൈ ഫാക്ടോറിയൽ എഴുതുക. അതാണ് കറക്റ്റ് ആൻസർ. എക്സാമിന് ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഈവൻ പഴയ സിലബസ് അല്ല, പഴയ മെത്തേഡ് ഓഫ് എക്സാം ഇല്ലേ, റിട്ടൺ എക്സാം, അതിൽ വരെ ചോദിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ ലെറ്ററിന്റെ അറേഞ്ച്മെന്റ്. വരാൻ പോകുന്ന എക്സാമിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ വെച്ചുള്ള അറേഞ്ച്മെന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ്. പർപ്പസ് എന്ന് പറയുന്ന വേർഡ് വെച്ച് എത്ര വേർഡ്സിലെ ലെറ്റേഴ്സ് വെച്ച് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ എന്റെ ആൻസർ എന്താണ്? എന്റെ ആൻസർ 7 ഫാക്ടോറിയൽ എന്നാണ്. കാരണം 7 ആണല്ലോ. പക്ഷെ റിപ്പീറ്റേഷൻ ഉള്ളതുകൊണ്ട് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ആണ് എന്റെ ആൻസർ. പക്ഷെ ഇതൊന്നല്ല ചോദ്യം കേട്ടോ, ചോദ്യം ഇപ്പൊ ഇവിടെ അതൊന്നുമില്ല. ലീവ് ഇറ്റ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവില്ല, അതാണ് എനിക്ക് ആദ്യം അറിയാം. പ്ലീസ് റെസ്പോണ്ട്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവില്ലേ? പ്ലീസ് റെസ്പോണ്ട്. യെസ് ഓർ നോ? പ്ലീസ് കമന്റ് യെസ് ഓർ നോ. മനസ്സിലാവാത്തവർക്ക് അതിന്റെ ക്ലാരിറ്റി കൊടുത്ത് മുന്നോട്ട് പോകണം. അതിനു വേണ്ടി പ്ലീസ് കമന്റ് യെസ് ഓർ നോ. യെസ്, നന്ദിത സുരേഷിന് ക്ലിയർ ആണ്. യെസ്, കാർത്തിക് റോയ്ക്ക് ക്ലിയർ ആണ്. യെസ് 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 യെസ്, മുജിത്തബ എല്ലാവരും ക്ലിയർ ആണ്. ഓക്കെ, സോ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യേണ്ട സമയം ആയി തുടങ്ങി. നിങ്ങളുടെ മോഡൽ എക്സാംസ് ഇടേണ്ട സമയം ആയി തുടങ്ങി. ഞങ്ങൾ കാറ്റിന്റെ ക്ലാസ് ഫിനിഷ് ചെയ്തു. ഇന്നത്തോടു കൂടി കാറ്റ് 100% സിലബസ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഡിസംബർ 25-ന്, സോറി ഈ മാസം 25, ജൂലൈ 25-ന് ഫൗണ്ടേഷന്റെ ഓൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് തന്നെ പഠിത്തം തുടങ്ങണം. കാരണം 2 ക്ലാസ്സും കൂടെ എടുത്ത ലോ ഫിനിഷായി. ലോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പേപ്പർ, ഫൗണ്ടേഷൻ എക്സാം പാസ്സാവാൻ സഹായിക്കുന്ന ലോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പേപ്പർ 2 ക്ലാസ് കൂടെ എടുത്ത ഫിനിഷ് ആവും. അക്കൗണ്ടൻസി എനിക്ക് തോന്നുന്നു കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഏരിയ, പ്രോഫിറ്റ് നോൺ പ്രോഫിറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉള്ളൂ, അത് 2 ക്ലാസ് എടുത്താൽ ഫിനിഷ്. അപ്പൊ ഒരു 4 ക്ലാസ് കൊണ്ട് 2 ബുക്ക് നമ്മുടെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ആകെ ബാക്കിയുള്ളത് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അപ്പൊ ടീച്ചറുടെ ക്ലാസ്സിന് ഒരു നെഗറ്റീവ് വന്നതും, പിന്നെ അത് ടീച്ചർ ക്ലാസിന്റെ ടൈമൊക്കെ റീഅറേഞ്ച് ചെയ്യുക. നമ്മൾ തലേ ദിവസം തന്ന സമയം വരെ പിറ്റേ ദിവസം ക്യാൻസൽ ചെയ്യുക, നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ ടീച്ചർ ഒന്ന് റീപ്ലേസ് ചെയ്യും. ഓക്കെ, കാരണം ഈ വൈകിയ വേളയിൽ നമുക്ക് ക്ലാസിന്റെ ക്യാൻസലേഷൻ അനുവദിക്കാൻ കഴിയില്ല. അപ്പൊ നാളെ മുതൽ അഭിരാമി മിസ് ആണ് എക്കണോമിക്സ് നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത്. ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് മിസ് അത് ഡീൽ ചെയ്യും. കാറ്റ് കുട്ടികൾക്ക് ലോക്ക് എടുത്താണ് മിസ് CMA കഴിഞ്ഞതാണ്. CMA ഫൈനൽ ഒരു ഗ്രൂപ്പ് പാസ്സായി അടുത്ത ഗ്രൂപ്പ് പാസ്സാവാൻ നിൽക്കുന്നതാണ്. CMA കാര്യമാവാൻ പോകുന്നതാണ്. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ടു യു while dealing with the subject. Okay, മിസ് എടുക്കും ബാലൻസ് ഏരിയ. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തീർത്തിടും മിസ്. കാരണം എക്കണോമിക്സ് ഒക്കെ ആ ഒരു ലെവലിൽ അങ്ങ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുവാണ്. അതിനനുസരിച്ച് നിങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. കാറ്റ് കുട്ടികൾ ഞങ്ങൾക്ക് ഉറപ്പാണ് എല്ലാവരും പാസ്സാവും. പക്ഷെ ഫൗണ്ടേഷൻ കുട്ടികൾ എനിക്കൊരു ഉറപ്പില്ല എല്ലാവരും പാസ്സാവും. നിങ്ങൾ പഠിച്ചാലേ പാസ്സാവും. സോ യു ഹാവ് ടു സ്റ്റഡി വെൽ. എല്ലാവരും ഒന്ന് ഊർജ്ജസ്വലരായിട്ട് പഠിച്ചോളൂ. ഓക്കെ, ലോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ ഡെയിലി. എനിക്കറിയാം അത്യാവശ്യം അവർ ക്ലാസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഡോണ്ട് വെറി, ഞാൻ 5 മണിക്കൂർ ക്ലാസ് ഇടുന്നുണ്ട്. എന്റെ ഉദ്ദേശം വേഗം തീർക്കാനാണ്. ഓക്കെ, അപ്പോ 5 മണിക്കൂർ ക്ലാസ് ഇടുന്നത് വേഗം തീർക്കാനാണ്, കൂടുതൽ പഠിക്കാൻ സമയം കിട്ടാനാണ്. അപ്പൊ ഒന്ന് മാറ്റി വെക്കണ്ട. കുറച്ച് ടോപ്പിക് ലോയിലെ ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ ലോയിലെ മാത്സിൽ ഒരു ചാപ്റ്റർ, അങ്ങനെ കുറച്ചൊരു ഏരിയയെങ്കിലും ഡെയിലി പഠിച്ചു പോയാൽ മതി കേട്ടോ. ഒരുപാട് നിങ്ങൾ പഠിക്കണ്ട, ഓരോ ഏരിയ വെച്ച് നിങ്ങൾ പഠിച്ചു പോവുക. എക്സാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത്തരമുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് ഇവിടുത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇവിടെ എന്താ? In how many ways can be the letter of the purpose be arranged keeping position the vowels fixed? Vowels എക്സാം ഡേറ്റ് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. മുഹമ്മദ് ആർക്കും അറിയില്ല എക്സാം ഡേറ്റ്. അതൊരു കൺസ്ട്രെയിൻ ആയിട്ട് കിടക്കുകയാണ്. വി ഡോണ്ട് നോ എന്നാ വരിക. എന്തായാലും നമ്മൾ ടോപ്പിക് ഒക്കെ തീർത്ത് നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇനി എക്സാമിന്റെ ഡേറ്റ് വന്നില്ലെങ്കിൽ പോലും നമ്മൾ BCom പ്ലസ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം കോവിഡ് ആണ് ഈ എക്സാം ഡിലേ ആവുന്നതിന് പ്രധാന റീസൺ. അപ്പൊ നമ്മൾ റിസൾട്ട് വന്നില്ലെങ്കിൽ പോലും അയ്യോ എൻട്രൻസ് പാസ്സായില്ലല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ CMA പഠിക്കുക, അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഓൾറെഡി CMA ചേരാൻ തീരുമാനിച്ചവരാ, യു ആർ ഡിസൈഡഡ്. അപ്പൊ നമ്മുടെ CMA ക്ലാസ്സുകൾ ബൈ ഓഗസ്റ്റ് റിസൾട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ CMA ക്ലാസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും, ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പിന്നെ അതിന്റെ കൂടെ BCom ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാം നമ്മൾ ലൈവ് ആവും. ഓഗസ്റ്റോട് നമ്മൾ ലൈവ് ആവും. അത് എൻട്രൻസ് നടക്കുകയില്ല നമ്മുടെ വിഷയമല്ല. പക്ഷെ നടന്നാൽ ഇറ്റ്സ് വെരി ഗുഡ്. പെട്ടെന്ന് പിടിച്ച് ഡേറ്റ് പറയാൻ ചാൻസ് ഉണ്ട്. ഒരു 10 ദിവസം ഗ്യാപ്പിലൊക്കെ ഡേറ്റ് പറയാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഡേറ്റ് പറയാൻ ചാൻസ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം. ഒരു 10 ദിവസമൊക്കെ ആയിട്ട്. കാരണം ഓൾറെഡി എക്സാം ഫീസ് ഒക്കെ പിരിച്ചു കഴിഞ്ഞില്ലേ. പെട്ടെന്ന് ഓഗസ്റ്റ് 10 എക്സാമെന്നോ ഓഗസ്റ്റ് 5 എക്സാമെന്നോ പറയാൻ ചാൻസ് ഉണ്ട്. ഏത് നിമിഷം അത് പ്രതീക്ഷിക്കണം കേട്ടോ. ഒരു 10 ദിവസം ഗ്യാപ്പ് എന്തായാലും ഉണ്ടോ കേട്ടോ. വളരെ തലേസമെന്ന് പറയില്ല, ഒരു 10 ദിവസം ഗ്യാപ്പ് എന്തായാലും ഉണ്ടോ.
Okay, ready? അപ്പൊ നമുക്ക് നോക്കാം. Keeping the position of vowels fixed. Vowels in the position fix ചെയ്യാനാണ് പറയുന്നത്. Vowels in the position fix ചെയ്യാനെന്ന് പറഞ്ഞാൽ vowels ഒരുമിച്ച് തന്നെ നിൽക്കണം. Vowels ഒരുമിച്ച് നിൽക്കണം. Vowels ഒരുമിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിച്ചോ. Vowels ഒരുമിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? പറയൂ. Vowels ഒരുമിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ എത്ര vowels ഉണ്ട്? എത്ര vowels ഉണ്ട്? A E I O U. A E I O U. 3 vowels ഉണ്ടല്ലോ. 3 vowels ഉണ്ടല്ലോ. Keeping the position of vowels fixed. അല്ലേ? Vowels ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോ vowels ഇളക്കാനേ പറ്റില്ല അല്ലെ? vowelsന്റെ പൊസിഷൻ ഇളക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു vowelsന് ആ ഒരേ ഒരു പൊസിഷൻ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ യു കീ പൊസിഷൻ തന്നെ ഉള്ളൂ. AEIOU O കീ പൊസിഷൻ ഉള്ളൂ, ഈ പൊസിഷനേ ഉള്ളൂ. അപ്പൊ 3 പൊസിഷൻ നമുക്ക് തൊടാനേ കഴിയില്ല. 3 പൊസിഷൻ നമുക്ക് തൊടാൻ കഴിയില്ല. അതിൽ നമുക്ക് റോൾ ഇല്ല. അത് അവിടെ തന്നെ നിൽക്കും. ബാക്കിയുള്ളവരെ മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ എത്ര ആളുണ്ട്? ബാക്കിയുള്ളവർ എത്ര ആളുണ്ട് പറഞ്ഞേ? ബാക്കിയുള്ളവർ എത്ര ആളുണ്ട്? ബാക്കിയുള്ളവർ എത്ര ആളുണ്ട്? പ്ലീസ് റെസ്പോണ്ട്. ബാക്കിയുള്ളവർ എത്ര ആളുണ്ട്? പ്ലീസ് റെസ്പോണ്ട്. വവൽസ് ഫിക്സ്ഡ് എന്നാ പറഞ്ഞേ. 4. അപ്പൊ ബാക്കിയുള്ളവരെ 4 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ 2 p ഉള്ളതുകൊണ്ട് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ലേ? ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 into 3 into 2 into 1 divided by 2 into 1 2 into 1 2 cancel. The answer is 12. Answer is 12. Understood? മനസ്സിലായോ? Please respond. Please respond. മനസ്സിലായോ? Clear? Clear? Yes. Without changing the relative orders of vowels and consonants. Consonants അല്ലെ? Consonants. Consonantsന്റെയും vowelsന്റെയും ഓർഡർ മാറ്റാൻ പാടില്ല. പൊസിഷൻ. വവൽസ് ഇരിക്കുന്നവർക്ക് വവൽസ് ഇരിക്കാം, കോൺസണൻസ് എടുക്കുന്നവർക്ക് കോൺസണൻസ് ഇരിക്കാം അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതിന്റെ ഒരു അർത്ഥം എന്താ? The relative order of vowels and consonants unaltered means the vowels will take place of vowels. വവൽസിന്റെ നേരത്തെ വവൽസിനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇവിടെ AEIOUല് A ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓക്ക് വരാം, O ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഐക്ക് വരാം. അവർക്ക് പരസ്പരം അവരുടെ സീറ്റ് അങ്ങോട്ട് മാറി കളിക്കാം. കോൺസണൻസിനും അവർക്ക് അവരുടെ പരസ്പരം സീറ്റ് വേണമെങ്കിൽ കളിക്കാം. Now V vowels can be arranged among themselves while consonants with 2p can be arranged in. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതിൽ ഇത്രേ വ്യത്യാസം വരുന്നുള്ളൂ. വവൽസിനെ മാറ്റി നിർത്തിയാല് വവൽസിനെ നമ്മൾ ഒരുമിച്ച് വവൽസിനെ മാറ്റി നിർത്താം. ഓക്കെ, വവൽസിനെ തൊടാതിരിക്കുക. വവൽസിനെ തൊടാതിരിക്കുമ്പോ മിനിറ്റ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് റീഅറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് ഇൻക്ലൂഡ് 3 4 12. എന്തിനാ 1 ഓർച്ച? എനിക്ക് മനസ്സിലായില്ല. ഒറ്റ മിനിറ്റ്. Without changing the relative order to the vowels and consonants. Vowels and consonants. വവൽസിന്റെയും കോൺസണൻസിന്റെയും ഓർഡർ മാറ്റാതെ. അപ്പോ കോൺസണൻസിനെ ഫിക്സ് ചെയ്യാം, വവൽസിനെ കോൺസണൻസിനെ ഫിക്സ് ചെയ്യാം, വവൽസിനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ഇത് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. പിന്നെ വവൽസ് ഇറ്റ്സെൽഫ് ഒരു 3 ഫാക്ടോറിയൽ ബേസ് അറേഞ്ച് ചെയ്യാം. $72 ഓൺലൈൻ എന്താ 71 ആയിരുന്നു മനസ്സിലായി. ഓ, അതില് 2 p ഒരു പൊസിഷൻ ഇഷ്യൂ ഉണ്ടാവും അല്ലെ? ശരി. 3 vowels can be arranged among themselves in 3 factorials. For consonants 2p can be arranged in
So the total number of arrangement. Okay, ഈ ഒരു പോയിന്റ് മാത്രമേ എനിക്കൊരു മനസ്സിലാവാത്ത പ്രശ്നമുണ്ട്. ഈ 72 മൈനസ് 1 എന്റെ കൺസെപ്റ്റിൽ 72 ആണ് ആൻസർ. ഞാനത് വെരിഫൈ ചെയ്തിട്ട് പറയാം. അതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഞാനൊന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം പറയാം. എനിക്കൊന്ന് ഡൗട്ട് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. വവൽസിന്റെയും കോൺസണൻസിന്റെയും പൊസിഷൻ അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്യുക. അപ്പൊ നമ്മൾ വവൽസിന്റെ ഫിക്സഡ് ആണെന്ന് വിചാരിക്കും. വവൽസ് ഫിക്സഡ് ആണെന്ന് വിചാരിക്കാം. വവൽസ് ഫിക്സഡ് ആണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റൻ തന്നെയാണ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ആൻസർ 12 ആണ്. പക്ഷെ വവൽസിനെ പരസ്പരം അങ്ങോട്ട് കൊണ്ട് അറേഞ്ച് ചെയ്യാം. വവൽസ് 3 പൊസിഷനിലാണല്ലോ. പരസ്പരം അങ്ങോട്ട് എത്ര ഫാക്ടോറിയൽ അറേഞ്ച് ചെയ്യുക? 3 ഫാക്ടോറിയൽ അറേഞ്ച് ചെയ്യുക. സോ 12 into 3 factorial. The answer is 12 into 3 into 2. 6 ആണ്. The answer is 72. Answer is 72. അത് മനസ്സിലായ? 72 എന്നത് മനസ്സിലായവരുണ്ടെങ്കിൽ പറയും. ഫസ്റ്റത്തെ ക്വസ്റ്റനിൽ വവൽസിന്റെ പൊസിഷൻ മാറ്റാൻ പാടില്ല എന്നാ പറഞ്ഞ്. ഇവിടെ വവൽസിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാം, അത്രേ ഉദ്ദേശിക്കുന്നു. അത് മനസ്സിലായ? ആ -1 വന്നത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ. ഐ ഹാവ് ടു ഡിസ്കസ് ഇറ്റ് വിത്ത് സം അതർ ഫാക്കൽറ്റി ആൻഡ് ഐ വിൽ ഡിസ്കസ് ഇറ്റ്. ചിലപ്പോൾ തെറ്റായിരിക്കും, റോങ് ആയിട്ട് വന്നായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടാവും. ഐ വിൽ ഡിസ്കസ് ആൻഡ് ടെൽ or I will refer and tell. Okay, up to that, okay, up to 72 which is okay, right? Okay, no, please respond. വവൽസിന്റെ പൊസിഷൻ പരസ്പരം അങ്ങോട്ട് മാറാം. നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പൊസിഷൻ ഫിക്സഡ് ആയിരുന്നു, അതുകൊണ്ടാണ് 12 വന്നത്. ഒന്നുകൂടെ പറയാം മിസ്സബേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വവൽസിന്റെ പൊസിഷൻ ഫിക്സഡ് ആയിരുന്നു. വവൽസിനെ ചേഞ്ച് ചെയ്യാനേ പറ്റില്ല. ബാക്കിയുള്ളവർ 4 ആളാണ്. 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ എഴുതി റിപ്പീറ്റേഷൻ ഉണ്ട്. ഇനി അവർ പറയുന്നു വവൽസിന്റെ പൊസിഷൻ എന്ത് ചെയ്യാം? അവർക്ക് പരസ്പരം അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം. എത്ര ആളാളെ? 3 ആള്. അപ്പൊ ഇൻഡു ഒരു 3 ഫാക്ടോറിയലോട് വരും. അപ്പൊ പഴയ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ കൂടെ ഒരു ഇൻഡു 3 ഫാക്ടോറിയലോട് വരും, അത്രേ ഉള്ളൂ. അപ്പൊ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻഡു 3 ഫാക്ടോറിയൽ, അതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? പ്ലീസ് റെസ്പോണ്ട്. മിസ്സബ് പറഞ്ഞ മിസ്സബിനാണ് ക്ലിയർ ആവേണ്ടി വരുന്നത്. മിസ്സബിനാണ് ക്ലിയർ ആവേണ്ടിയിരുന്നത്. മിസ്സബ് പറയും. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, ശരി. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യന്റെ കളക്ഷനിലോട്ട്. ഇത് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇത് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്തായി ചെയ്തിട്ട്? യെസ്, ചെയ്തിട്ട് എന്തായി? ഏതൊക്കെ ക്വസ്റ്റ്യനാ ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ ക്വസ്റ്റ്യനാ ഞാൻ ചെയ്യേണ്ടത് ഒരുപാടുണ്ടാവും. ഒന്ന് പറഞ്ഞേ. ഞാൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാം ചെയ്യണേ, എല്ലാം ചെയ്യാം. ഞാൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സിമ്പിൾ, ഓൾറെഡി പറഞ്ഞല്ലേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഔട്ട് ഓഫ് ദ ലെറ്റർ ദ ഫോളോയിങ് വേർഡ്സ്. കോളേജ്. എത്ര ആൻസർ എന്ന് പറഞ്ഞേ? കോളേജിന്റെ ആൻസർ പറഞ്ഞേ. എത്ര വാക്കുണ്ട് അതില്? 3, 6, 7. അപ്പൊ 7 ഫാക്ടോറിയൽ വരും. റിപ്പീറ്റേഷൻ ആർക്കൊക്കെ ഉണ്ട്? എല്ലിന് 2 റിപ്പീറ്റേഷൻ, അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻഡു, പിന്നെ ആർക്കൊക്കെ റിപ്പീറ്റേഷൻ അല്ലേ? ഇക്ക് 2 റിപ്പീറ്റേഷൻ, അഗൈൻ 2 ഫാക്ടോറിയൽ. അപ്പൊ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, അങ്ങനെ വരും ആൻസർ. ശരിയാണോ? ശരിയാണോ? കോളേജ് അത് ചെയ്ത 1260 കിട്ടും. 1260 ആൻസർ കിട്ടും. മാത്തമാറ്റിക്സോ? മാത്തമാറ്റിക്സ് എത്ര വാക്കുണ്ട്? 3, 6, 7, 8, 9, 10, 11 അല്ലേ? 11 ഫാക്ടോറിയൽ വരും മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ വേർഡ്സ് വെച്ചുകൊണ്ട് 11 ഫാക്ടോറിയൽ ഉണ്ടാക്കാം. പക്ഷെ റിപ്പീറ്റേഷൻ ഉണ്ട്. M 2 വട്ടം 2 ഫാക്ടോറിയൽ ഇൻഡു A 2 വട്ടം 2 ഫാക്ടോറിയൽ ഇൻഡു T 2 വട്ടം 2 ഫാക്ടോറിയൽ MAT. വേറെ എന്തെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടോ? വേറെ ഒന്നുമില്ലല്ലോ. ദിസ് ആൻസർ 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു T ഫാക്ടോറിയൽ. ഈ ഫസ്റ്റത്തെ 2 ഫാക്ടോറിയൽ ഏത് റിപ്പീറ്റേഷൻ ഉള്ളതാ? എമ്മിനുള്ളതാ. അടുത്തതായിരിക്കുള്ളതാ? എക്കുള്ളതാ. അടുത്തായിരിക്കുള്ള Tക്കുള്ളതാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായോ? ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി കാൽക്കുലേറ്റർ മതിയല്ലോ. ഈസ് ആൻസേഴ്സ് ക്ലിയർ?
Is the two answers clear? Is the two answers clear? Please respond. Please respond. Waiting for your response. And already പറഞ്ഞ concept ആണ് waiting for your response. Is clear on? ഇനി ഏതെങ്കിലും നമ്പർ കമന്റ് ചെയ്യും. Which question I have to do? Which number? നമ്പർ ഒന്ന് കമന്റ് ചെയ്താൽ മതി. 1 or 3 ആണ് ചെയ്യേണ്ടത്. 3 ഓക്കെ, ആദ്യം 3 ചെയ്യാം. ശരി, ലിസൺ. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണത്, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. In how many ways 8 mangoes of different states distributed and screen lag ഉണ്ട് അല്ലേ? സ്ക്രീൻ ലാഗ് ഉണ്ട്. ഓക്കെ. In how many ways 8 mangoes of different race distributed among 8 boys of different ages, so that the largest one is always given to the youngest boy. എന്റെ കയ്യിൽ 8 മാങ്ങ ഉണ്ട്. 8 മാങ്ങ ഡിഫറെന്റ് സൈസാണ്. ഞങ്ങൾ 8 ആളും. അപ്പൊ അതിൽ ഏറ്റവും വലിയ മാങ്ങ ചെറിയ കുട്ടി കൊടുക്കും. അപ്പൊ അവിടെ ആ കുട്ടി കറിയല്ലോ, അയ്യോ വലുത് വേണേ കുട്ടികൾ കറി. അപ്പൊ എത്ര തരത്തിൽ കൊടുക്കുക? അപ്പൊ വലിയ മാങ്ങ എന്തായാലും ചെറിയ കുട്ടിക്ക് കൊടുക്കണ്ടേ? വലിയ മാങ്ങ ചെറിയ കുട്ടിക്ക് കൊടുത്തോ. അതിൽ വേറെ ഓപ്ഷൻ ഇല്ല, അതിൽ വേറെ അറേഞ്ച്മെന്റിങ് ഓപ്ഷൻ ഇല്ല. പിന്നെ ബാക്കി എത്ര മാങ്ങ ഉണ്ട്? 8 മാങ്ങയില് വലിയ മാങ്ങ ചെറിയ കുട്ടിക്ക് കൊടുത്ത അവിടെ ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ബാക്കി എത്ര മാങ്ങ ഉണ്ട്? കമന്റ്. ബാക്കി എത്ര മാങ്ങ ഉണ്ട്? വെരി ഗുഡ്, ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 7 മാങ്ങ. ആ 7 മാങ്ങ എത്ര തരത്തിൽ കൊടുക്കുക? 7 ഫാക്ടോറിയൽ. ആൻസർ റെഡി. 7 മാങ്ങ എത്ര തരത്തിൽ കൊടുക്കുക? 7 ഫാക്ടോറിയൽ. ആൻസർ റെഡി. ഡൗട്ട് ചോദിച്ച ജോയലിന് കാര്യം മനസ്സിലായ? ജോയൽ, ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാവത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ ആരോ അത്ര അങ്ങ് ഓടിയില്ല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിങ്ങനെ ക്ലിയർ ആയി ഇങ്ങനെ വരും. വളരെ രസകരമായ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയണം. അനസ് മുഹമ്മദ്, നമ്മുടെ 8 മാങ്ങയാണ്, ഒക്കെ ഡിഫറെന്റ് സൈസാണ്. ചെറിയ കുട്ടി 8 ആളുണ്ട്, അതിൽ കുട്ടി ചെറുതാ. ചെറിയ കുട്ടി പറഞ്ഞു എനിക്ക് വലുത് വേണേന്ന് പറഞ്ഞു. അപ്പൊ ആ വലുതെടുത്താ ചെറിയ കുട്ടി കൊടുത്തു. അതിൽ വേറെ ഓപ്ഷൻ ഉണ്ടാവും? ഒരു ഓപ്ഷനും ഇല്ല. ബാക്കി മാങ്ങ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. ബാക്കി എത്ര മാങ്ങ ഉണ്ട്? 7 മാങ്ങ. എത്ര ആളുണ്ട്? 7 ആള്. 7 മാങ്ങ 7 ആൾക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? 7 ഫാക്ടോറിയൽ ഓവർ 7p7. 7 ഫാക്ടോറിയൽ. 7p7 എന്ന് പറയുന്നതിന് പകരമാണ് 7 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? വെരി സിമ്പിൾ. ഓക്കെ, അടുത്ത 1 പറഞ്ഞിരുന്ന ഒരാൾ. 1 പറഞ്ഞിരുന്നു. There are 20 stations on a railway line. ഒരു റെയിൽവേ ലൈൻ. ഇപ്പോ തൃശ്ശൂരിൽ നിന്ന് കോട്ടയം പോണതാ ഒരു റെയിൽവേ ലൈൻ. 20 സ്റ്റേഷൻ. How many different kinds of single first class ticket must be printed so as to enable passenger to go from one station to another station? അതായത് 20 സ്റ്റേഷനാണ്. 20 സ്റ്റേഷനാണ് റെയിൽവേയിലുള്ളത്. അപ്പോ എത്ര ടിക്കറ്റ് എടുക്കാൻ പറ്റും? എനിക്ക് നേരമ്പഴത്തേക്ക് ഒരു പണിയില്ല. അപ്പൊ ഞാനൊരു സ്റ്റേഷനിൽ കയറിയിട്ട് അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങും. ഒരു സ്റ്റേഷനിൽ കയറുക, അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങും. ഒരു സ്റ്റേഷനിൽ കയറുക, അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങും. അതന്നെ എന്റെ പരിപാടി. ആകെ 20 സ്റ്റേഷനാണല്ലോ. അപ്പൊ ഞാനൊരു സ്റ്റേഷനിൽ ട്രെയിൻ കയറും, അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങും. ഇങ്ങനെ എനിക്ക് ഭ്രാന്തായിട്ട് അങ്ങനെ നടക്കുക. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എത്ര തരത്തിൽ കയറി ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എത്ര തരത്തിൽ ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. അപ്പൊ നമുക്കത് നോക്കാം. ടിക്കറ്റ് പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾവേസ് 2 സ്റ്റേഷന്റെ ഇടയിൽ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുക. അപ്പൊ മൊത്തം 20 സ്റ്റേഷനാണുള്ളത്. അതിന്റെ ഇടയിൽ രണ്ട് സ്റ്റേഷനെ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുക. അപ്പൊ 20p2 എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ വരിക? 20 × 90. ആ 20 × 90 എത്ര ഒന്ന് പറഞ്ഞു? 20 × 90 എത്ര ഒന്ന് പറഞ്ഞു? 20 മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞു. 20 × 90 380. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ.
ഓക്കെ, അതായത് 2 സ്റ്റേഷൻ എടുത്താലല്ലേ ഒരു ടിക്കറ്റ് ആവുള്ളൂ. അപ്പൊ 20 P2 20 സ്റ്റേഷനിൽ നിന്ന് 2 സ്റ്റേഷൻ. അപ്പൊ ടിക്കറ്റ് പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 സ്റ്റേഷൻ എടുക്കുക. അപ്പൊ 20 സ്റ്റേഷനിൽ എത്ര സ്റ്റേഷനെ സെലക്ട് ചെയ്യാൻ? 2 സ്റ്റേഷൻ എടുക്കുക. അപ്പൊ 20. ക്ലിയർ? ഒന്നാമത്തെ ഡൗട്ട് ചോദിച്ചു തരാം. ആൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഡൗട്ട് ചോദിച്ചു തരാം. അനസ് മുഹമ്മദ് ആണ്. അനസ് മുഹമ്മദിന് കാര്യം ക്ലിയർ ആകാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ പറയും. നിങ്ങൾക്ക് കിട്ടാത്ത അടുത്ത ക്വസ്റ്റ്യൻ പറയും. എനിക്കൊന്ന് 4 കിട്ടിയിട്ടുണ്ടാവില്ല. 4 ചെയ്യട്ടെ ഞാൻ. 4 ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. 4 ചെയ്യട്ടെ. 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. 4 ചെയ്യട്ടെ. ഓക്കെ, 4 ചെയ്യാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് different numbers. 4 digit can be that formed using the digit 1 2 3 7 6. The digit can any number being all different, the digit in the unit place being always 7. See, അതായത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ ശ്രദ്ധിക്കുന്നില്ലേ, 1 മുതൽ 7 വരെയുള്ള 1 2 3 4 5 6 7 1 മുതൽ 7 വരെ നമ്പറുകളുണ്ട്. ഈ 1 മുതൽ 7 വരെയുള്ള നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് 4 അക്ക നമ്പർ ഉണ്ടാക്കും. ദാറ്റ്സ് മീൻ ഓക്കെ. പെൻസിലിന്റെ ചാർജ് തീർന്നു. ഒന്ന് ചാർജ് ചെയ്ത് പെട്ടെന്ന് ചാർജ്. ഞാൻ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. 1 മുതൽ 7 വരെയുള്ള അക്കങ്ങളിൽ നിന്ന് 4 അക്ക നമ്പർ ഉണ്ടാക്കണ്ടേ. അപ്പൊ 4 വര വരച്ചിട്ട് 4 വര വരച്ചിട്ടിട്ട് ഇങ്ങനെ 4 വര വരച്ചിടാം. ഇങ്ങനെ 4 വര വരച്ചിട്ടിട്ട് അല്ല യൂണിറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ യൂണിറ്റ് പൊസിഷൻ, ലാസ്റ്റ് ഉള്ളതല്ലേ യൂണിറ്റ് പൊസിഷൻ. അവിടെ എല്ലായ്പ്പോഴും 7 വരണം. അപ്പൊ അവിടെ 7 കൊടുക്കുക. അപ്പൊ ഇനി ചോയ്സ് ഇല്ല, അവിടെ ചോയ്സ് ഇല്ല. മാങ്ങ കൊടുത്ത പോലെ അവിടെ ചോയ്സ് ഇല്ല. ഇനി ബാക്കി എത്ര പൊസിഷൻ ഉണ്ട്, എത്ര ആളുണ്ട്, ഒന്ന് നിങ്ങൾ പറഞ്ഞു. ബാക്കി എത്ര പൊസിഷൻ ഉണ്ട്, എത്ര ആളുണ്ട് എടുക്കാൻ, അതൊന്നും പറയുന്നത്. ആദ്യത്തെ ചോദ്യം ബാക്കി എത്ര പൊസിഷൻ ഉണ്ട്. എത്ര പൊസിഷൻ ഉണ്ട് ബാക്കി? 3 പൊസിഷൻ. എത്ര ആളുണ്ട്, എത്ര ആൾ എടുക്കാനുണ്ട്? 6 ആള്. വെരി ഗുഡ്. 7 ഓൾറെഡി എടുത്ത്. ഇനി റിസ്വാൻ സുലൈമാൻ, താങ്കൾ ഒരു മണ്ടനാണ്. റിസ്വാൻ സുലൈമാൻ, ബാക്കി 7 ആളുണ്ടോ? റിസ്വാൻ, ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. ബാക്കി 7 ആളുണ്ടോ? ഒരാൾ എടുത്തില്ല ഓൾറെഡി. ഇനി എത്ര ആളുണ്ട്? റിസ്വാൻ മറുപടി പറയും. റിസ്വാൻ 7 ഓൾറെഡി എടുത്തു. ബാക്കി എത്ര ആളുണ്ട് ഇനി എടുക്കാൻ? 6. സൽമാൻ പറയുന്നു 6. റിസ്വാൻ സുലൈമാൻ പറയൂ, എത്ര പേരുണ്ട്? 6 ഉള്ളൂ അല്ലേ? അപ്പൊ 6 ആളിൽ നിന്ന് 3 ആൾ എത്ര തരത്തിൽ എടുക്കാൻ? ഇല്ല. അത് ഒരു നല്ലൊരു ചോദ്യമാണ് റിസ്വാൻ ചോദിച്ചത്. റിപ്പീറ്റേഷൻ പറ്റുമോ? അത് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കൂ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് നമ്പേഴ്സ് that can be formed digit. Any number being all different. Any number being all different. എല്ലാ നമ്പറും എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. 7 7 7 7 എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. 1 1 1 പറഞ്ഞുണ്ടാക്കാൻ പറ്റില്ല. ഓൾ ബീങ് ഡിഫറെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അനസ് മുഹമ്മദ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എത്ര ചെയ്യാൻ പറ്റും? എത്ര ആൻസർ എന്ന് പറഞ്ഞേ? 6p3. 6p3 is the right answer. 6 into 5 into 4 അതാണ് ആൻസർ. 6 into 5 into 4 6p3. 6 5 30 3 4 12 120 is the right answer. Very good. 120 is the right answer. എത്ര പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് അല്ലേ? 120 is the right answer. ഓക്കെ ആണോ? Is it okay? Please respond. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് പറയും. How many different odd number of 4 digits? അടുത്ത നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. How many different odd number of 4 digit can be formed with the digit 1 2 3 4 5 6? The digit in any number being all different. എല്ലാ നമ്പറും ഡിഫറെന്റ് ആവണം, പക്ഷെ ഓഡ് നമ്പർ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധിക്കണ്ടേ? ഓഡ് നമ്പർ എന്ന് പറഞ്ഞാല് ഈ ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ആൾ എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കണം. എന്നാലല്ലേ ഓഡ് നമ്പർ കിട്ടുള്ളൂ. 2 ചെയ്യാം. വെയിറ്റ് 2 ചെയ്യാം. ഞാൻ 5 ഒന്ന് ചെയ്യട്ടെ. രണ്ടും ഏകദേശം സെയിം ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഓഡ് നമ്പർ ഉണ്ടാക്കാനാ പറഞ്ഞത്. അപ്പൊ ഓഡ് നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ലാസ്റ്റ് പൊസിഷനിൽ എല്ലായ്പ്പോഴും ഓട് വരണം. അപ്പൊ ലാസ്റ്റ് പൊസിഷനിൽ ഓട് വരാൻ എത്ര ലാസ്റ്റ് പൊസിഷനിൽ എത്ര വയസ്സിൽ ആൾക്ക് വരാം? ലാസ്റ്റ് പൊസിഷനിൽ എത്ര വയസ്സിൽ ആൾക്ക് വരാം? പറയും.
എത്ര ഓഡ് നമ്പർ ഉണ്ട്, എത്ര പൊസിഷൻ ഉണ്ട്? ഒരു പൊസിഷൻ. ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു പൊസിഷൻ. എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. എത്ര പൊസിഷൻ ഉണ്ട്? ഈ ഒരു പൊസിഷന്റെ മേലെ എത്ര ആളെ കളിയുണ്ട്? 4p1. 4p1 ശരിയല്ലേ? 4p1 അതായത് 4 തരത്തിൽ വരാം 4p1. ഇനി അപ്പൊ ആ പൊസിഷനിലോട്ട് ഒരാളെ വരുള്ളൂ. ബാക്കി എത്ര ആളുണ്ട്? ബാക്കി ഓടും ഈവണും വരാം, നമ്മുടെ ഇഷ്ടം. ബാക്കി എത്ര ആളുണ്ട്? ബാക്കി 6 ആളുണ്ട്. എത്ര പൊസിഷൻ ഉണ്ട്? 3 പൊസിഷൻ ഉണ്ട്. സോ ദ ആൻസർ ഈസ് 6p3 into 4p1. 6p3, 6 into 5 into 4 into 4. That's the right answer. മനസ്സിലാവത്തിലുണ്ടെങ്കിൽ പറയണം. ലാസ്റ്റ് പൊസിഷൻ നേരത്തെ 7 ഇടുന്ന പോലെ ഫിക്സഡ് അല്ല. അവിടെ 4 ആൾക്ക് മാറി മാറി വരാം. അപ്പൊ 4 ആൾക്ക് ഒരു പൊസിഷനിൽ എത്ര തരത്തിൽ വരാം? 4 തരത്തിൽ. അതാണ് 4p1. അപ്പൊ ഇൻറ്റു 4 ചെയ്താൽ മതി. അതാണ് 4p1. അപ്പൊ ഒരാളെ വരുള്ളൂ. ബാക്കി എത്ര ആൾ വരണം? 3 ആൾ വരണം. അത് ഓടായാലും പ്രശ്നമില്ല, ഈവൺ ആയാലും പ്രശ്നമില്ല. പക്ഷെ ഓൾറെഡി ഒരാൾ എടുത്തിട്ടുണ്ടല്ലോ, ആളെ കൂട്ടാൻ പാടില്ല. ഓൾറെഡി എടുത്ത ഒരാളെ കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് 6 എടുത്ത്, അല്ലെങ്കിൽ 7 എടുത്തേന്. നേരത്തെ പറഞ്ഞ മാതിരി, മുഹമ്മദ് പറഞ്ഞ മാതിരി. അതെ, കാർത്തിക് റോയ് ഒന്നുകൂടെ പറയാം. കാർത്തിക് റോയ് ഈ ലാസ്റ്റ് പൊസിഷനിൽ ആർക്കൊക്കെ വരാം? കാർത്തിക് പറഞ്ഞു ഈ ലാസ്റ്റ് പൊസിഷനിൽ ആർക്കൊക്കെ വരാം? 1 വരാം, ഓഡ് നമ്പറാ. 3 വരാം, ഓഡ് നമ്പറാ. 5 വരാം, ഓഡ് നമ്പറാ. 7 വരാം, ഓഡ് നമ്പറാ. അപ്പൊ ഒരു പൊസിഷനും 4 ആളും എത്ര തരത്തിൽ വരാം? 4 തരത്തിൽ, അഥവാ 4p1 വേസ്റ്റ് വരാം. അത് മനസ്സിലായോ കാർത്തിക് റോയ്ക്ക്? അത് ആദ്യം പറയും. അത് മനസ്സിലായോ കാർത്തിക് റോയ്ക്ക്? 4p1 ബേസിൽ വരാം. ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. ഞാൻ ചോദിക്കട്ടെ, 4 ആളും കൂടെ അവിടെ വന്നിരിക്കുന്നുണ്ടോ, അത് ഒരാളാണോ വന്നിരിക്കുന്നത്? 4 ആളും കൂടെ വന്നിരിക്കുന്നുണ്ടോ, അത് ഒരാളാണോ വന്നിരിക്കുന്നത്? പറയും. അറ്റ് എ ടൈം 4 ആള് വരുന്നുണ്ടോ, ഒരാൾ വരുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഒരാളെ വരുന്നുള്ളൂ. ബാക്കി എത്ര ആളുണ്ട്? കാർത്തിക് റോയ് കമന്റ് ചെയ്തേ. ബാക്കി എത്ര ആള്? ബാക്കിയുള്ളവർക്ക് എവിടെ വേണമെങ്കിലും വരാം. കാരണം ലാസ്റ്റ് പൊസിഷൻ മാത്രമാണ് തീരുമാനിക്കുന്ന ഓടാണോ ഈവൺ ആണ്. അപ്പൊ ലാസ്റ്റ് 6 ആളുണ്ട്. 6 ആൾക്ക് എത്ര പൊസിഷൻ ഉണ്ട്? 6 ആൾക്ക് എത്ര പൊസിഷൻ വരാണ്ട്? കാർത്തിക് റോയ് 6 ആൾക്ക് എത്ര പൊസിഷൻ വരാണ്ട്? 6 ആൾക്ക് വന്നിരിക്കാൻ എത്ര സ്ഥലമുണ്ട്? കാർത്തിക് കമന്റ് ചെയ്യൂ. 6 ആൾക്ക് വന്നിരിക്കാൻ 33. 3 അല്ലടോ, 3. യെസ്. അപ്പൊ എത്ര വയസ്സിലാ? 6p3. സോ ദ കറക്റ്റ് ആൻസർ 6p3 into 4p1 is the right answer. Very simple. ഓക്കെ, മനസ്സിലായ സാധനം പടപടേന്ന് ആൻസർ പറയും. മനസ്സിലായില്ലേ കയ്യിൽ നിന്ന് പോകും. അതാണ് ഈ കോമന്റ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ആരായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അവളൊന്ന് കമന്റ് ചെയ്യൂ. ഇപ്പൊ ക്ലിയർ ആണോ പെർമ്യൂട്ടേഷൻ? എനിക്ക് അറിയേണ്ടത് അതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നാജില. കറക്റ്റ് ഓർമ്മ ഉണ്ടല്ലോ. ശരി, നാജില പറയൂ. നാജില ക്ലിയർ ആയോ? I don't know whether he's in the classroom or not. Najila, are you clear? Yes, clear ആണ് sir. That's good. അപ്പൊ നാജില അങ്ങനെയാണ്. സമയം എടുത്തോണ്ട് ശരിയാവും കേട്ടോ. രണ്ടാമത്തെ ദിവസം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ ദിവസം 4 ട്രാവലർ, 4 യാത്രക്കാർ ഒരു ടൗണിലെത്തി. അവിടെ 6 ഹോട്ടലുണ്ട്. എത്ര ബേസിൽ അവർക്ക് അവരെ ക്വാർട്ടേഴ്സ് എടുക്കാം? 4 ആളും ഡിഫറെന്റ് ആയിട്ട് എടുക്കണം. വെരി സിമ്പിൾ അല്ലേ? 4 ആളും ടൗണിലേക്ക് വന്ന് 6 ഹോട്ടലുണ്ട്. സോ RP4, 6p4, 6 into 5 into 4 into 3. That's the right answer. 6 5 30, 3 4 12, 120, 120 into 3 360. റൈറ്റ് ആൻസർ. ശരിയല്ലേ? ആരാ 2 ചോദിച്ചേ? ആരാ 2 പറയണമെന്ന് പറഞ്ഞ? കാർത്തിക് റോയ് കറക്റ്റ് അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റൻ അത്. 4 ആൾക്കാർ ടൗണിലേക്ക് ടൂർ വരുന്നു. 6 ഹോട്ടലുണ്ട്. എല്ലാവരും ഡിഫറെന്റ് ഹോട്ടലിൽ നിൽക്കുള്ളൂ. എത്ര തരത്തിൽ റൂം എടുക്കാം? 6p4. വെരി സിമ്പിൾ. അപ്പൊ പെർമ്യൂട്ടേഷന്റെ ഒരു ഗുണം മനസ്സിലായി. എത്ര പെട്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് പറയണേ. ആ ലോജിക്ക് പഠിച്ചുകൊണ്ട് എത്ര പെട്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത്, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങളെ കൊണ്ട് കൗണ്ട് ചെയ്യാൻ പറ്റും? നോട്ട് പോസിബിൾ. ഇനി അടുത്തൊരു രസകരമായ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആൻസർ പറയണം, ഞാൻ പറയില്ല. നിങ്ങൾ ആൻസർ പറയണം. 7th question. Yes, അതിലോട്ടാണ് ഞാൻ പറയുന്നത്. How many ways that can the color of rainbow be arranged so that red and blue color is always together? റെഡും ബ്ലൂവും ഒരുമിച്ച് തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ ഒരു റെയിൻബോയുടെ കളറുകൾ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? ഞാൻ ലോജിക്ക് പറയാം. റെഡും ബ്ലൂവും ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിനും കൂടെ ഒരു കളറായിട്ട് കൂട്ടിയാൽ മതി. ഒരുമിച്ചല്ലേ നിൽക്കുക, ഒരുമിച്ച് കൂട്ടിയാൽ മതി. അപ്പൊ റെയിൻബോയിൽ റെഡിക്ക് 7 കളറാണ്. അപ്പൊ വെരി ഗുഡ് റിസ്വാൻ സുലൈമാൻ, വെരി ഗുഡ്. ദ ആൻസർ ഈസ് 6 ഫാക്ടോറിയൽ. പക്ഷെ റിസ്വാൻ, അവിടെ ഒരു ചതിയുണ്ട്. നന്ദിത സുരേഷ്, അവിടെ ഒരു ചതിയുണ്ട്. ആൻസർ 6 ഫാക്ടോറിയൽ അല്ല. എന്താണ് ആ ചതി?
എന്താണ് ആ ചതി? അതാ പറയണ്ടേ. എന്താണ് അവിടെ ഒരു ട്രീറ്റ്മെന്റ് ഉള്ളത്? ആൻസർ ഇസ് നോട്ട് 6 ഫാക്ടോറിയൽ, നോട്ട് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. അതൊക്കെ തെറ്റാണ്. മൈക്ലു റെഡും ബ്ലൂവും ഒരുമിച്ച് വരണമെന്നേ പറഞ്ഞുള്ളൂ. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം. ആദ്യം റെഡ് വരണം പിന്നെ ബ്ലൂ വരണമെന്നോ ആദ്യം ബ്ലൂ വരണം പിന്നെ റെഡ് വരണമെന്നും പറഞ്ഞിട്ടില്ല. റെഡ് ആൻഡ് ബ്ലൂ ഇസ് ഓൾവേസ് ടുഗദർ. സോ ദ ഫൈനൽ ആൻസർ ഈസ് 6 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ. വൈ ദിസ് into 2 ഫാക്ടോറിയൽ? The red and blue can arrange itself. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക. എത്ര പൊസിഷൻ ഉണ്ട്? 2 പൊസിഷൻ, 2 ആള് 2 ഫാക്ടോറിയൽ. കാര്യം മനസ്സിലായ? റെഡിനും ബ്ലൂക്കും മാറിയിരിക്കാൻ 2 പൊസിഷൻ, 2 ആള് 2 ഫാക്ടോറിയൽ. സോ ഫൈനൽ ആൻസർ ഈസ് 6 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായ? എല്ലാവർക്കും മനസ്സിലായ? അതേപോലെ ഒരു കൺസെപ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. How many ways 3 boys and 5 girls be arranged in a row so that 3 boys are together? 5 ബോയ്സും ഉണ്ട്, 5 ഗേൾസും ഉണ്ട്, 3 ബോയ്സും ഉണ്ട്. 3 ബോയ്സ് ആൾവേസ് ടുഗദർ. അപ്പൊ 5 ഗേൾസ് 3 ബോയ്സ് ഒരുമിച്ചിരിക്കൊണ്ട് അതിന് ഒരു ബോയ് ആയിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ റെഡിക്ക് എത്ര ആളുണ്ട്? 5 ഗേളും 1 ബോയും ഉള്ളു. അപ്പൊ മൊത്തം 6 ആള്. ആൻസർ ഈസ് 6 ഫാക്ടോറിയൽ. പക്ഷെ 3 ബോയ് ഒരുമിച്ച് വരണമെന്നേ പറഞ്ഞു. അവർക്ക് പരസ്പരം അങ്ങോട്ട് മാറിയിരിക്കണം. എത്ര വയസ്സിൽ മാറിയിരിക്കുക? 3 ഫാക്ടോറിയൽ മാറിയിരിക്കുക. സോ ദ ഫൈനൽ ആൻസർ ഈസ് 6 ഫാക്ടോറിയൽ into 3 ഫാക്ടോറിയൽ. കൺസെപ്റ്റ് മനസ്സിലായ? യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ. How many ways the word can be formed with the letters of the word failure so that 4 vowels come together? Vowels ഒരുമിച്ച് വരണം. സോ 4 vowels നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ ലെറ്റർ കൂടെ. ഏതൊക്കെ vowels? A, E, I, U. A, E, I, U. ബാക്കി എത്ര ആളുണ്ട്? A, E, I, U ഒരുമിച്ച് വരികയാണെങ്കിൽ ബാക്കി എത്ര ആളുണ്ട്? മൊത്തം എത്ര ആളാ? മൊത്തം 7 ലെറ്റർ. 4 പോയാ 5, 6, 7, 3 അല്ലേ? 3 അല്ലേ? 3 അല്ലേ? അപ്പോ ആ 4 വവൽസിനെയും കൂടെ ഒരു ലെറ്റർ ആയിട്ട് വിചാരിക്കും. 4 വവൽസ് ഒരുമിച്ച് വേണ്ട, ഒരു ലെറ്റർ ആയിട്ട് വിചാരിക്കും. യെസ്, വെരി ഗുഡ്. ബാക്കി എത്ര ആളാ? അതെ, വെരി ഗുഡ് സുസ്വാൻ, കറക്റ്റ് ആണ്. ഒന്ന് ഗുണിച്ചു നോക്കിയത് 4 ഫാക്ടോറിയലിന്റെ 4 ഫാക്ടോറിയൽ ഗുണിച്ചു നോക്കിയേ. യെസ്, 4 വവൽസിനെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ ബാക്കി 3 ആളേ ഉള്ളൂ. ഓക്കെ, മൊത്തം 7 വേർഡല്ല, 5, 6, 7. അപ്പൊ മൊത്തം 4 ഫാക്ടോറിയൽ വേർഡ്സേ ഉള്ളൂ. പക്ഷെ വവൽസ് ഒരുമിച്ച് നിൽക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ വവൽസിനെ പരസ്പരം 4 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യുക. സോ 4 ഫാക്ടോറിയൽ into 4 ഫാക്ടോറിയൽ ആൻസർ ഒന്ന് നോക്കി. 576. സോ യെസ്, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ. In how many ways can be the color of rainbow be arranged for that red and blue color are always separated? Red and blue color is always separated. ആയിട്ട് നിൽക്കണം. എന്ത് ചെയ്യണം? ഒന്ന് ചെയ്തേ. always separated. What to do? Always separated. What to do? ഒരുമിച്ചുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? ടോട്ടലിൽ നിന്ന് ഒരുമിച്ചുള്ളതിനെ കുറിച്ച് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സെപ്പറേറ്റഡ് ആകും. സോ ഒരുമിച്ചുള്ളത് ദാറ്റ്സ് മീൻസ് ഒരുമിച്ചുള്ളത് വെരി ഗുഡ് ഭാവന അല്ലേ? വെരി ഗുഡ് ആൻസർ. ഒരുമിച്ച് നിൽക്കുമ്പോൾ 7, അതായത് കളർ മെയിൻ ചെയ്യുന്നില്ലെങ്കിൽ 7 ഫാക്ടോറിയൽ. ഒരുമിച്ച് നിൽക്കുമ്പോൾ എത്രയാ? 7 ഫാക്ടോറിയൽ മൈനസ് ഒരുമിച്ച് നിൽക്കുന്നത് എത്രയാ? നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി. എത്രയാ? നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. 1440 ആണോ നമുക്ക് ആൻസർ കിട്ടിയല്ല? നമുക്ക് കിട്ടിയ ആൻസർ എനിക്ക് തോന്നുന്നു ശരി, അവിടെ ആൻസർ കാണുന്നില്ല. എത്രയാ അത്? ആ ആൻസർ അങ്ങ് എഴുതാം. ഒരുമിച്ച് നിൽക്കാന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ. അപ്പൊ 7 ഫാക്ടോറിയൽ മൈനസ് തൊട്ട് മുന്നത്തെ ആൻസർ എന്താ? ഒരുമിച്ച് നിൽക്കുന്ന ആൻസർ. അപ്പൊ ടോട്ടലിൽ നിന്ന് ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ബാക്കിയുള്ള മൊത്തം എന്താ? ഒരുമിച്ച് നിൽക്കാത്തതായിരിക്കും. അപ്പൊ ടോട്ടൽ 7 ഫാക്ടോറിയൽ, 7 കളറാണ് റെയിൻബോക്കുള്ളത്. ടോട്ടൽ 7 ഫാക്ടോറിയൽ. ഒരുമിച്ച് നിൽക്കുന്നതിന് 6000 into 2 ഫാക്ടോറിയൽ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 3600. കറക്റ്റ് ആണോ ഭാവന? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതും വെറൈറ്റി ആണ്, എക്സാമിന് വരുന്നതാണ്. ഹൗ മെനി വേസ് ക്യാൻ ബി ദ 5 ബോയ്സ് ഫോം എ റിംഗ്? 5 ബോയ്സ് നിരന്ന് നിൽക്കുകയാണ്. എത്ര? 5 ബോയ്സ് നിരന്ന് നിൽക്കുകയാണെങ്കിൽ 5 ഫാക്ടോറിയൽ അല്ലേ? ശരി, 5 ബോയ്സ് നിരന്ന് നിൽക്കുകയാണെങ്കിൽ 5 ഫാക്ടോറിയൽ അല്ലേ? പ്ലീസ് റെസ്പോണ്ട്. 5 ബോയ്സ് ഒരു വരിയിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 5 ഫാക്ടോറിയൽ. Is it 5 ഫാക്ടോറിയൽ? പ്ലീസ് റെസ്പോണ്ട്. യെസ്. വട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ അത്ര കിട്ടില്ല, ഒരെണ്ണം കുറയും. അപ്പൊ അത് n-1 ഫാക്ടോറിയൽ അതിന്റെ ഇക്വേഷൻ. വട്ടത്തിൽ നിൽക്കുമ്പോൾ എഴുതി വെച്ചോ, നോട്ടിൽ നോക്കുക. സർക്കുലർ കോപെർമ്യൂട്ടേഷൻ. ഹെഡിങ് കൊടുക്കും. സർക്കുലർ
പെർമ്യൂട്ടേഷൻ, അതിനെ സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കും. സർക്കുലർ പെർമ്യൂട്ടേഷൻ n-1 ഫാക്ടോറിയൽ ആണ്. അപ്പോ 5 ആൾവട്ടത്തിൽ നിന്ന് എത്ര വരുള്ളൂ? ദ ആൻസർ ഈസ് 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ. ഓക്കെ, അടുത്തത് വെറൈറ്റി ആണ്, ശ്രദ്ധിച്ചോ. ഇൻ ഹൗ മെനി വേസ് 5 ഡിഫറെന്റ് ബേർഡ്സ് ബി സ്ട്രങ് ഓൺ എ നെക്ലേസ്? 5 മാലമണി മുത്തുകൾ ഒരു നെക്ലേസിന്റെ മീതെ വെക്കുക. കുട്ടികൾ വട്ടത്തിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് അല്ലെ? 5 ആൾക്കാർ വട്ടത്തിൽ നിൽക്കുന്ന പോലെ തന്നെയാണ്. ഐ റിപ്പീറ്റ് ദ പോയിന്റ്. 5 ആളുകള് 5 മാലമുത്തുകള് ഒരു റിങ്ങിന്റെ മേലെ വട്ടത്തിലിടാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, മാല എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തല തിരിച്ചിടാം. മാല എന്ന് പറയുമ്പോൾ തല തിരിച്ചിടാം. അപ്പൊ മാലയെ സംബന്ധിച്ചിടത്തോളം ക്ലോക്ക് വൈസ് തന്നെയാണ്. ക്ലോക്ക് വൈസിൽ ചെയ്യുന്ന അറേഞ്ച്മെന്റ് അതേപോലെ ആന്റി ക്ലോക്ക് വൈസിൽ ചെയ്താൽ അത് വേറെ മാലയാവില്ല, ഒരു സെയിം മാല തന്നെ. കാരണം ആന്റി ക്ലോക്ക് വൈസിൽ ചെയ്ത് മറിച്ചിട്ടത് എന്തായി? ക്ലോക്ക് വൈസ് ആയി. 5 വട്ടത്തിൽ നിൽക്കുമ്പോൾ മറിച്ചിടാൻ പറ്റില്ല, പക്ഷെ മാലയാണെങ്കിൽ മറിച്ചിടാം. ദാറ്റ്സ് മീൻ ക്ലോക്ക് വൈസിൽ ചെയ്ത ഒരു അറേഞ്ച്മെന്റ് ആന്റി ക്ലോക്ക് വൈസിൽ ചെയ്ത 2 മാലയല്ല. കാരണം ഈ ആന്റി ക്ലോക്ക് വൈസിൽ ചെയ്തത് മറിച്ചിട്ടാൽ അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ആൻസർ വരെ എത്ര ഉള്ളൂ? n-1 എത്ര ഉള്ളൂ? സർക്കുലർ പെർമ്യൂട്ടേഷൻ if clockwise and anti-clockwise are same. Is not the point. മാല എന്ന് പറയുന്നില്ല. സർക്കുലർ പെർമ്യൂട്ടേഷൻ if clockwise and anti-clockwise are same, the answer വരുന്നത് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ആണ്. ഡിവൈഡ് ബൈ 2. അതുകൊണ്ട് തന്നെ 24 പറഞ്ഞ ആൻസറിനെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 12. ദാറ്റ്സ് റൈറ്റ് ആൻസർ. മനസ്സിലായോ? റെസ്പോണ്ട്. ഇനി എല്ലാം ഒന്ന് നോക്കൂ. ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക്. ക്ലിയർ ആയില്ല. സുലൈമാൻ, ഇനി മാല ഉണ്ടാക്കുന്ന സമയത്ത് പച്ച, മഞ്ഞ, നീല. ഓക്കെ, ഞാൻ സ്ലോ ആക്കി പറയാം. സി, മാല ഉണ്ടാക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസിൽ കുറച്ച് കളറുകൾ അറേഞ്ച് ചെയ്തെന്ന് വിചാരിക്കും. എന്നിട്ട് അപ്പുറത്ത് വേറൊരാള് അതേ കളറുകൾ ആന്റി ക്ലോക്ക് വൈസിൽ അറേഞ്ച് ചെയ്ത്. ഈ 2 മാലയും ഒന്നാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ആന്റി ക്ലോക്ക് വൈസിൽ അറേഞ്ച് ചെയ്ത മാലനെ മറിച്ചിട്ടാൽ അത് ക്ലോക്ക് വൈസ് മാലയാകും. സോ ഇത് രണ്ടും ഒന്നാണ്. ദാറ്റ്സ് മൈ പോയിന്റ്. അത് മനസ്സിലായോ? ക്ലോക്ക് വൈസിൽ അറേഞ്ച് ചെയ്ത് ആന്റി ക്ലോക്ക് വൈസിൽ അറേഞ്ച് ചെയ്ത് ഇത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ് ആൻസർ. ബിക്കോസ് ഈ ആന്റി ക്ലോക്ക് വൈസിനെ മറിച്ചിട്ടാൽ അത് ക്ലോക്ക് വൈസിന് തുല്യമാകും. അപ്പൊ അതുകൊണ്ട് ആ കൗണ്ട് കൂടുതലാണ് അവിടെ. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 വരും. അതാണ് ജനറൽ ഇക്വേഷൻ. സർക്കുലർ പെർമ്യൂട്ടേഷൻ n-1 ഫാക്ടോറിയൽ ആണെങ്കിൽ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും സെയിം ആയിട്ടുള്ള സർക്കുലർ പെർമ്യൂട്ടേഷൻ, എക്സാമ്പിൾ മാല മറിച്ചിടാലോ, അപ്പൊ ബൈ 2 വരും. അതാണ് എന്റെ പോയിന്റ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞ ആളുകൾ സിനാന്, അതുപോലെ തന്നെ റിസ്വാൻ സുലൈമാൻ ഒക്കെ ഒന്നുകൂടെ പറഞ്ഞു. സിനാന്, റിസ്വാൻ സുലൈമാനൊക്കെയാണ് കമന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയി? അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് നോക്കും. ഞാൻ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. ഇത് കഴിഞ്ഞ കോമ്പിനേഷൻ നമ്മുടെ മാത്സ് തീരും കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക്. നിങ്ങൾ ബ്രേക്ക് എടുക്കേണ്ട, നിങ്ങൾ മൊത്തം ഓടിച്ചു നോക്കി. ഓക്കെ.
Okay. So almost clear, right? Almost clear, right? നിങ്ങൾ okay. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. Now I move to combination. Heading combination. ബാക്കി നമുക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലൂടെ ചേർത്ത് പറയാം. Keep the heading combination. Ready? Please respond. Please respond. Ready? Are you ready? Are you ready? Are you ready? Are you ready? Yes. Ready? ഞാനൊരു ചായ കുടിക്കുന്നു. ഓക്കെ, നിങ്ങളും ചായ കുടിക്കണ്ടോന്നൊക്കെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. കോമ്പിനേഷൻ ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ് കോമ്പിനേഷൻ ഞാൻ ഓൾറെഡി പറയാം. അതായത് കാര്യം മനസ്സിലാക്കാൻ നന്നായി ശ്രദ്ധിച്ചോ. ഓക്കെ, 10 ആളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഫുട്ബോൾ കളിക്കാൻ റെഡി ആയിട്ടുള്ളത്. അതിന് 6 ആള് ടീം ഉണ്ടാക്കണം. എത്ര തരത്തിൽ ചെയ്യാം? 6 ആളിന് എടുക്കാനേ പറ്റുള്ളൂ. എടുത്ത 6 ആളെ പിന്നെ അവിടെ അറേഞ്ച് ചെയ്ത വേറെ ടീം ആവും. മൈ ക്വസ്റ്റ്യൻ ഇസ് വെരി ക്ലിയർ. 10 ആളിൽ നിന്ന് 6 ആൾ എടുത്തിട്ട് അത് അവിടെ ഇട്ട് വീണ്ടും അറേഞ്ച് ചെയ്താൽ 6 ആൾ അങ്ങനെ മാറ്റി മാറ്റി അറേഞ്ച് ചെയ്ത വേറെ ടീം ഉണ്ടാവും? ഇല്ലല്ലോ, ഒരു ടീമല്ലേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? അങ്ങനെ വരുമ്പോ അത് പെർമ്യൂട്ടേഷൻ അല്ല, കോമ്പിനേഷനാണ്. മനസ്സിലായത് ശരിക്കും. 10 ആളിൽ നിന്ന് 6 ആളെടുത്താൽ അത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? അറേഞ്ച് ചെയ്യുമ്പോഴാണ് പെർമ്യൂട്ടേഷൻ, അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, കോമ്പിനേഷനാണ്. So the answer is 10C6. എന്താണ് കോമ്പിനേഷന്റെ പ്രത്യേകത? NCR, n factorial divided by n minus r factorial into r factorial. ഒരു എക്സ്ട്രാ ഒരു സാധനം വരും. കണ്ടാ? ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, അതൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. എന്താണ് 10C6? 10 into 6 തൊട്ട് എഴുതുന്നില്ല. 10 into 9 into 8 into 7 into 6 into 5. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. ഡിവൈഡഡ് ബൈ 6 മുതൽ 1 വരെ എഴുതാം. ഡിവൈഡഡ് ബൈ 6 into 5 into 4 into 3 into 2 into 1. ഇതാണ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ 10 മുതൽ 5 വരെ എഴുതി നമ്മൾ നിർത്തും. 6 ഒക്കെ എഴുതി നിർത്തും. ഡിവൈഡഡ് ബൈ 6 നിന്ന് 1 വരെ എഴുതണം. ഡിവൈഡഡ് ബൈ 6 നിന്ന് 1 എഴുതണം. മനസ്സിലായവർക്ക് എസ് അടിക്കാം. 10C6 മനസ്സിലായവർക്ക് എക്സ് അടിക്കാം. 10C6 മനസ്സിലായ? എങ്ങനെയാണ് 10C6 ചെയ്യാൻ? യെസ്, ഇക്വേഷൻ എഴുതി വെച്ചോ. ഇക്വേഷൻ നമുക്ക് വേണ്ട, നമുക്ക് ഷോർട്ട് കട്ട് മതി. We need only shortcuts. No equation, only shortcuts. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10P2 പറഞ്ഞു, 10C2 പറഞ്ഞു, 10C2 ആൻസർ പറഞ്ഞു, 10C2ന്റെ ആൻസർ പറഞ്ഞു. അഥവാ 10 into 9. 90 തെറ്റാണ്. 90 തെറ്റാ. 90 തെറ്റാടോ. 10 into 9 divided by 2 into 1 വരില്ലേ? അപ്പൊ 50 അല്ലേ ആൻസർ? സോറി, 45 അല്ലേ ആൻസർ? യെസ്, 45 is the right answer. 90 തെറ്റാണ്. എവിടെ 90 പറഞ്ഞവരൊക്കെ വന്നേ? നിങ്ങൾ ചായ കുടിക്കണം മാത്രം ശ്രദ്ധിച്ചു, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചില്ല. സാർ ഏത് കേക്കാ തിന്നണം എന്നൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് അല്ലെ? അനസ് മുഹമ്മദ്, ആരൊക്കെ 90 പറഞ്ഞ്? സോന, സോന ശ്രദ്ധിച്ചില്ല. കേക്കാ സോന കണ്ടു.
നഹല സോനം ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, യെസ്, അവരെ ചായ കുടിക്കുന്ന ശ്രദ്ധിച്ചു. സാറ് ചായ കുടിക്കുന്നില്ല, പ്രോബ്ലം ശ്രദ്ധിച്ചില്ല. Ready? Is it okay? 45 okay? Please respond. Is 45 okay? Is the answer okay? Yes. ഒരു ക്വസ്റ്റ്യൻ വായിച്ച പെർമ്യൂട്ടേഷൻ ആണ് കോമ്പിനേഷൻ ആണ് തിരിച്ചറിയോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പറയില്ല, നമുക്ക് തിരിച്ചറിയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കാം. ഇനി ഞങ്ങൾക്ക് അതെങ്ങനെയാണ്? അതേ പറയാം, ഞാൻ പറയാം. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാവണം. ഇനി ഞങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് തരാം. 10C8 നന്നായി ശ്രദ്ധിച്ചോട്ടോ, നന്നായി ശ്രദ്ധിച്ചോ. 10C8 എന്ന് വെച്ചാൽ എന്താ? 10 × 9 × 8 × 7 × 6 × 5 × 4 എത്രയായി? 3, 6, 7. 10C2 എങ്ങനെയാണ്? അതാണ് ഞാൻ പറയാൻ വരുന്നത്. 4 × 3 3, 6, 7, 8 ഡിവൈഡഡ് ബൈ 8 × 7 × 6 × 5 × 4 × 3 × 2 × 1. ഇത് ഇത്ര കഷ്ടപ്പെടണ്ട എഴുതാൻ, ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 10C8 is equal to 10 - 8 അഥവാ 10C2. The answer is 45. രണ്ടും ഒന്നാ, both are same. ഇത് ഓർത്ത് വെച്ചോ, വളരെ ട്രിക്കി ആയിട്ടുള്ള കാര്യം. ഇങ്ങനെയാണ് പറയുന്നത്. NCR is equal to NCN - R. Very important equation. NCR equal to ഒരു അവർ മുമ്പ് കിട്ടിയ എങ്ങനെയാ? അതെങ്ങനെയാ ഒരു അവർ മുമ്പ് കിട്ടി? സ്റ്റാറ്റിയിൽ അല്ലേ? വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. വെറുതെ അല്ല, ഞാൻ നിങ്ങൾക്ക് ബുജികളായാവോ. അപ്പൊ ഈ ടോപ്പിക് സെറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. രാകേഷ് സാറല്ലേ പറഞ്ഞു, പിന്നെ മറക്കില്ല. ഇന്ന് ഫുള്ള് തന്നെ പരിപാടി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് ഗുഡ് ഗുഡ്. നന്നായി. അപ്പൊ ഇന്ന് തന്നെ എടുത്തത് നന്നായി, നമുക്ക് ആ കാര്യം സ്ട്രോങ് ആവുമല്ലോ. ഓക്കെ ഗുഡ് ഗുഡ്. സാറ് പ്രോബബിലിറ്റി എടുക്കണ്ടാവും അല്ലെ? ഞാൻ സാറെ കൊണ്ട് വേഗം തുടങ്ങിച്ചതാ, കാരണം സാർ അക്കൗണ്ടിൽ തീർത്തിട്ട് തുടങ്ങാം. അക്കൗണ്ടിൽ തീർക്കാൻ നിൽക്കണ്ട, അപ്പൊ തന്നെ സ്റ്റാറ്റ് തുടങ്ങാൻ പോകും. കാരണം സ്റ്റാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. കാരണം എന്റെ മാത്സ് നിങ്ങളെ ചതിക്കും, സ്റ്റാറ്റ് നിങ്ങളെ ചതിക്കില്ല കേട്ടോ. സ്റ്റഡി വെൽ, സ്റ്റാറ്റ് നന്നായി പഠിച്ചോ, സൂപ്പർബായി പഠിച്ചു. സ്റ്റാറ്റ് ചതിക്കില്ല, മാത്സ് ചതിക്കും. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കണം വേണ്ടല്ലോ. യു നോ ഇറ്റ് റൈറ്റ്? ഓക്കെ. അയ്യോ അത് പറ്റില്ല. അല്ല അങ്ങനല്ല. സി ഇക്വേഷൻ ഇനി പറയണ്ടല്ലോ എന്ന് വെച്ച്. ഇക്വേഷൻ ഇനി പറയണ്ടല്ലോ. ഇക്വേഷൻ ക്ലിയർ ആണ്. ഓക്കെ ശരി. നേരത്തെ ക്വസ്റ്റ്യൻ ഒരു ചോദ്യമാക്കിയിരുന്നു. എങ്ങനെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തിരിച്ചറിയാം? യെസ്, മാത്സിൽ 10 മാർക്കും സ്റ്റാറ്റിൽ 30 മാർക്ക് കിട്ടിയാൽ പാസ്സാവും. പക്ഷേ 50 മാർക്ക് കിട്ടേണ്ട പഠിക്കും. അപ്പൊ നിങ്ങൾ ലോയിൽ ഒരു 60 പഠിക്കണം. ലോയിൽ ഒരു 60 പഠിക്കും. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ 55, ലോയിൽ ഒരു 55 പഠിക്കും. ഇവിടെ കുറഞ്ഞ 10 അവിടെ കൂട്ടണം. 40 കിട്ടിയാൽ പാസ്സാവും. പക്ഷെ ബാക്കിയുള്ള 10 മാർക്ക് എക്സ്ട്രാ വരണം. വരുന്നേ, പേടിക്കേണ്ട ആവശ്യം. ലെറ്റ്സ് ഡു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ. ഈ കാര്യങ്ങൾ വളരെ ഈസിയാണ്. എവിടെ നാജില ഇതൊക്കെ വളരെ ഈസിയാ. പെർമ്യൂട്ടേഷൻ പഠിച്ച കോമ്പിനേഷൻ ഈസിയാ. ടീം ഹൗ മെനി വേസ് കോളേജ് ഫുട്ബോൾ ടീം ഓഫ് 11 players started on 16 players. 16 പ്ലേയേഴ്സിന് എങ്ങനെ 11 പ്ലേയേഴ്സിന് ഉണ്ടാക്കാന്ന് പറയും നാജില. പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ? സാറ് കോമ്പിനേഷൻ പഠിപ്പിക്കുന്നതുകൊണ്ട് കോമ്പിനേഷനാണ്. അങ്ങനെ ചിന്തിക്കരുത്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ? കോളേജ് ടീം ഉണ്ടാക്കുന്ന ഒരു സെലക്ഷൻ 16 - 11 ആളെടുത്ത ആ 11 ആൾ അങ്ങനെ അറേഞ്ച് ചെയ്യും. ഇത് സെലക്ഷനാ, മറ്റേത് അറേഞ്ച്മെന്റ്. എന്നായി ശ്രദ്ധിച്ചോ, ദിസ് ഈസ് സെലക്ഷൻ ആണത്. വൺ സെലക്ടഡ്, പിന്നെ അതിൽ മാറ്റല്ല. മറ്റേത് അറേഞ്ച്മെന്റ് ആണ്.
ഓക്കെ അല്ലേ? അപ്പൊ എന്താ വരിക? 16 പ്ലേയേഴ്സിന്ന് ഞാൻ ചോദിക്കട്ടെ, 16 C11 ചെയ്തു നോക്കാൻ പോവോ? മണ്ടത്തരാണ്. 16 C11 ചെയ്യുന്ന മണ്ടത്തരാണ്. 16 C11 ചെയ്യരുത്. വേറൊരു സാധനം ചെയ്യണം. ഏതാ? പറയും. വേറൊരു സാധനങ്ങൾ ചെയ്യണം. ഏതാ? 16 C11 പകരം 16 - 11 എത്ര വരും? 5. വെരി ഗുഡ്. You have to find 16 C5. That's a great thing. Okay. ഞങ്ങളൊരു ജോലി ചെയ്താ. ഇപ്പൊ 35 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഞാൻ 2 ആള്. നിങ്ങൾ നോക്കിയാൽ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട്? നമ്മുടെ ഈ മീറ്റിംഗിൽ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട്? 35. എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് കമന്റ് ചെയ്ത്. നമ്മുടെ ഈ മീറ്റിംഗ് 35. ഇൻഷാ അല്ലാഹ്. അല്ല, ഞാൻ 2 ഉണ്ട്. അപ്പൊ എത്ര ഉണ്ട്? ഞാൻ 2 ഉണ്ട്. അപ്പൊ എത്ര ഉണ്ട്? 34. നമ്മളെല്ലാരും കൂടെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുക വിചാരിക്കും. നമ്മൾ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. എത്ര ഷെയ്ക്ക് ഹാൻഡ് ഉണ്ടോ? എത്ര ഡിഫറെന്റ് ഷെയ്ക്ക് ഹാൻഡ് ഉണ്ടോ? ഒരിക്കൽ കൊടുത്ത ആൾക്ക് പിന്നെ കൊടുക്കാൻ പാടില്ല. എത്ര ഡിഫറെന്റ് ഷെയ്ക്ക് ഹാൻഡ് ഉണ്ടോ? എന്റെ ചോദ്യം. ആ ചോദ്യം പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ? അതാണ് എന്റെ ചോദ്യം. ഇതിന് ആൻസർ പറയണ്ട. ആ ചോദ്യം പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണെന്ന് മാത്രം പറഞ്ഞാൽ. നമ്മൾ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. എത്ര ഷെയ്ക്ക് ഹാൻഡ്സ് ഉണ്ടാവും ക്ലാസ് റൂമിൽ? ദ ക്വസ്റ്റ്യൻ ഇസ് പെർമ്യൂട്ടേഷൻ ഓർ കോമ്പിനേഷൻ. പ്ലീസ് റെസ്പോണ്ട്. അനസ് മുഹമ്മദ് പറയുന്ന പെർമ്യൂട്ടേഷൻ. ബാക്കിയുള്ളവർ റിസ്വാൻ പറയുന്ന പെർമ്യൂട്ടേഷൻ. ആലോചിച്ച് മറുപടി പറയണം. അലീഷ ജാസ്മിൻ പറയുന്ന കോമ്പിനേഷൻ. ഓക്കെ. കാർത്തിക് റോയ് പറയുന്ന പെർമ്യൂട്ടേഷൻ. ഷെഹന പറയുന്ന കോമ്പിനേഷൻ. ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിന് ഒരേ ഒരു പ്രശ്നമുള്ളൂ. ഇതാണ് ഈ ചാപ്റ്ററിന്റെ പ്രശ്നം. ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ മനസ്സിലാവില്ല. മനസ്സിലായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ ചാപ്റ്ററിന് ഈ ഒരേ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്യും. പെർമ്യൂട്ടേഷൻ ഓർ കോമ്പിനേഷൻ? പെർമ്യൂട്ടേഷൻ ഓർ കോമ്പിനേഷൻ? പെർമ്യൂട്ടേഷൻ ഓർ കോമ്പിനേഷൻ? സമയത്ത് പറയും. കോമ്പിനേഷനാ. യു ആർ റോങ്. കോമ്പിനേഷൻ. കാരണം ഞാന് കാർത്തിക് റോയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഒരു വട്ടം കൗണ്ട് ചെയ്തു. കാർത്തിക് റോയ് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. 2 വട്ടം കൗണ്ട് ചെയ്യോ? ഇല്ല. രണ്ടും സെയിം ആണ്. കൗണ്ട് ചെയ്യാൻ പാടില്ല. ദേ ആർ നോട്ട് ഡിഫറെന്റ്. ഞാൻ കാർത്തിക് റോയ്ക്ക് കൊടുത്ത ഷെയ്ക്ക് ഹാൻഡും കാർത്തിക് റോയ് എനിക്ക് തന്ന ഷെയ്ക്ക് ഹാൻഡും അങ്ങനെ 2 ഉണ്ടാവില്ല. ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ കാർത്തിക് റോയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത പിന്നെ കാർത്തിക് റോയ് എനിക്ക് തരില്ല. അപ്പോ ഒരു തവണ സംഭവിക്കുള്ളൂ. അതിന്റെ ഒരു ആൾട്ടറേഷൻ പിന്നെ സംഭവിക്കില്ല. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ, നോട്ട് പെർമ്യൂട്ടേഷൻ. സോ ദ ആൻസർ ഈസ് 34 C2. 34 C2 ഇസ് ദ റൈറ്റ് ആൻസർ. 34 P2 തെറ്റാണ്. 34 C2 ആണ് ശരി. അപ്പൊ മനസ്സിലായ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്താണ്? അപ്പൊ മനസ്സിലായോ? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പെർമ്യൂട്ടേഷൻ ആണ്. ഫുട്ബോൾ ടീം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കോമ്പിനേഷൻ ആണ്. കാരണം 2 ആളുകൾ തമ്മിലുള്ള ഷെയ്ക്ക് ഹാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. പക്ഷെ 2 ആൾ വരി നിൽക്കുന്നത് പെർമ്യൂട്ടേഷനാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് കാർത്തിക് റോയ് ഇവിടെ നിന്ന് ഒരു വരി, കാർത്തിക് റോയ് ഇങ്ങോട്ട് നിന്ന് ഞാൻ ഇങ്ങോട്ട് നിന്ന് അടുത്ത വരി നിൽക്കുന്നത് പെർമ്യൂട്ടേഷൻ ആണ്. മാങ്ങ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പെർമ്യൂട്ടേഷൻ ആണ്. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന പെർമ്യൂട്ടേഷൻ ആണ്. കാരണം എന്താ പെർമ്യൂട്ടേഷൻ ആയത്? തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് എടുത്താലും ഷൊർണൂർക്ക് തൃശ്ശൂർക്ക് എടുത്താലും രണ്ടും രണ്ടാ. ഷൊർണൂരിന് തൃശ്ശൂർക്ക് എടുക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് പോല, തൃശ്ശൂരിന് ഷൊർണൂർക്ക് എടുക്കാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല. രണ്ടാ. അപ്പൊ ടിക്കറ്റ് എടുക്കുന്ന പെർമ്യൂട്ടേഷൻ, ടിക്കറ്റ് എടുക്കുന്ന കോമ്പിനേഷൻ അല്ല. പക്ഷെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കോമ്പിനേഷനാണ്. ഞാൻ കാർത്തിക് റോയ്ക്ക് കൊടുക്കുന്നതും കാർത്തിക് റോയ് എനിക്ക് വരുന്ന രണ്ടും സെയിമാ. ആ കൺസെപ്റ്റ് ക്ലിയർ ആയ? യെസ് ഓർ നോ? പ്ലീസ് റെസ്പോണ്ട്. ടിക്കറ്റ് എടുക്കുന്ന പെർമ്യൂട്ടേഷനാ. ഷൊർണൂർ ടു തൃശ്ശൂർ ഒരു ടിക്കറ്റ്, തൃശ്ശൂർ ടു ഷൊർണൂർ വേറെ ടിക്കറ്റാ. രണ്ടും സെയിം അല്ല. ടിക്കറ്റ് ആയതുകൊണ്ട് അങ്ങനെ ആയത്. ഓക്കെ. യെസ്. നിങ്ങൾ 34 ആളില്ലേ? ഈ 34 ആളിൽ നിന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു 10 ആളെ ഫുഡ് അടിക്കാൻ ക്ഷണിക്കും. പെർമ്യൂട്ടേഷനാ കോമ്പിനേഷനാ? പറയും.
ഈ 34 ആളിൽ നിന്ന് 10 ആളെ എന്റെ വീട്ടിലേക്ക് ഞാൻ ഫുഡ് അടിക്കാൻ ക്ഷണിക്കണം. അത് ക്ഷണിക്കല് പിന്നെ ഇരിക്കട്ടെ, ചിലരിപ്പോ ഫുഡിനെ പറ്റി കാര്യം സാറ് വിളിച്ചപ്പോ എന്തൊക്കെയായിരിക്കും കിട്ടുക അല്ലെ, ചോദിച്ചതിന് മറുപടി. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ അപ്പൊ പറയും പെർമ്യൂട്ടേഷൻ അനസ് മുഹമ്മദ് മണ്ടക്കാൻ തരും. അനസ് മുഹമ്മദിനെ മുജിത്തബിനെ വിളിച്ച്, മുജിത്തബിനെ അനസ് മുഹമ്മദിനെ വിളിച്ച്, രണ്ടൊന്നല്ലേ? അനസ് മുഹമ്മദിനെ മുജിത്തബിനെ വിളിച്ച് വീട്ടിലേക്ക് ഫസ്റ്റ് ദിവസം. അടുത്ത സാരം വിളിക്കണേ മുജിത്തബിനെ അനസ് മുഹമ്മദ്, രണ്ടും ഒന്നല്ലടോ. തല്ലുണ്ടാക്കില്ലോ ബാക്കിയുള്ളവര്, അവർ രണ്ടാളെയും വിളിച്ചല്ലേ എന്ന് പറയില്ലേ? ശരിയല്ലേ? ശരിയല്ലേ? പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ആള് ആരാ? പെർമ്യൂട്ടേഷൻ ഒരാള് അനസ് മുഹമ്മദ് ആണ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. ശരി, കാര്യം മനസ്സിലായ? എക്സാമ്പിൾ കേട്ടാൽ മനസ്സിലാവണം പെർമ്യൂട്ടേഷൻ ആ കോമ്പിനേഷൻ ആണ്. ഓക്കെ, യെസ്. സെലക്ഷൻ ആയതുകൊണ്ട് കോമ്പിനേഷൻ. സെലക്ഷൻ ആവുമ്പോ എപ്പോഴും കോമ്പിനേഷൻ ആണ്. ഓക്കെ, കണ്ടിന്യൂഷൻ എന്ന് പറയില്ല, ഒരു സാധനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർ ചെയ്യുക. ഓക്കെ, ഇപ്പോ 10 ബുക്കിന് 8 ബുക്ക് ഷെൽഫിൽ വെക്കുക, പെർമ്യൂട്ടേഷനാ. 10 ബുക്കിന് 8 ബുക്ക് എടുക്കുക, കോമ്പിനേഷനാ. ഷെൽഫിൽ വെക്കുമ്പോൾ അവിടെ അറേഞ്ച്മെന്റ് ഉണ്ട്, എടുക്കുമ്പോൾ അറേഞ്ച്മെന്റ് ഇല്ല. യെസ്, വെരി ഗുഡ്. അറേഞ്ച്മെന്റ് ആകുമ്പോൾ പെർമ്യൂട്ടേഷൻ, സെലക്ഷൻ ആകുമ്പോൾ കോമ്പിനേഷൻ. ദാറ്റ്സ് ഓൾ. അറേഞ്ച്മെന്റ് ആകുമ്പോൾ പെർമ്യൂട്ടേഷൻ, സെലക്ഷൻ ആകുമ്പോൾ കോമ്പിനേഷൻ. വെരി സിമ്പിൾ, ഓവർ. പക്ഷെ അത് വേറെ കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, അറേഞ്ച്മെന്റ് ആകുമ്പോൾ പെർമ്യൂട്ടേഷൻ, സെലക്ഷൻ ആകുമ്പോൾ കോമ്പിനേഷൻ. എല്ലാവരും ഹാപ്പി. പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ച ഡൗട്ട് വരും, അറേഞ്ച്മെന്റ് ആണോ സെലക്ഷൻ ആണോ? റെസ്പോൺസ് ഇല്ല. ക്വസ്റ്റ്യൻ വായിച്ചപ്പോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, അല്ലപ്പത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, അറേഞ്ച്മെന്റ് സെലക്ഷനാ, ഡൗട്ട് വരും. അപ്പൊ അവിടെ നിങ്ങൾ ലോജിക്കിലോട്ട് വരണം. മനസ്സിലായ? ഐഡിയ ക്ലിയർ? ഐഡിയ ക്ലിയർ? അതാണ് പ്രശ്നം റിസ്വാൻ. സൂപ്പറായിട്ട് പഠിച്ചു വെക്കും അല്ലേ? അറേഞ്ച്മെന്റ് നല്ല കാണാൻ പഠിച്ചു വെച്ച് പോകും അല്ലേ? ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. അറേഞ്ച്മെന്റ് പെർമ്യൂട്ടേഷൻ ആണെന്നും സെലക്ഷൻ കോമ്പിനേഷൻ ആണെന്നും കാണാൻ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ വായിച്ച അറേഞ്ച്മെന്റ് ആണോ സെലക്ഷൻ ആണോ പോലും മനസ്സിലാവില്ല. ലോജിക്ക് ഓക്കെ, ലോജിക്ക് എടുത്താൽ, പക്ഷെ എപ്പോഴും തീരെ പറ്റുന്നില്ലെങ്കിൽ ലോജിക്ക് എടുക്കണം, തീരെ പറ്റുന്നില്ലെങ്കിൽ ലോജിക്ക് എടുക്കണം. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, 10 ആളുടെ ഗ്രൂപ്പിൽ നിന്ന് 4 ഗേൾസും 2 ബോയ്സും വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അത് പെർമ്യൂട്ടേഷനാ, കാരണം സെലക്ഷൻ അല്ല, കോമ്പിനേഷനാ. ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ, നെവർ പെർമ്യൂട്ടേഷൻ കേട്ടോ. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ബ്രേക്ക്, ഞാനൊന്ന് നമസ്കരിച്ച് വരാം. നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കൂ കേട്ടോ. ടേക്ക് എ സ്മോൾ ബ്രേക്ക്. നിങ്ങൾ ആ പെർമ്യൂട്ടേഷന്റെ ഓൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇല്ലേ, അതെല്ലാം വർക്ക്ഔട്ട് ചെയ്യും. ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. ഞാൻ 5 മിനിറ്റ് നിസ്കരിച്ച് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
please. Okay. Ready? All ready? Questions എങ്ങനെയുണ്ട്? How is it? ചെയ്യാൻ നോക്കില്ലേ? Is it okay? Okay, and here the end of the mathematics. ഒരേ ഒരു ചാപ്റ്റർ ബാലൻസ് ചെയ്യുന്നു, ലോഗരിതം. അത് പഠിപ്പിക്കണം പഠിപ്പിക്കാത്ത ഒരേ മാതിരിയാണ്. അതെ, പഠിപ്പിക്കണം പഠിപ്പിക്കാത്ത ഒരേപോലെ. പഠിച്ചാലും നിങ്ങൾ ചെയ്യില്ല, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. വേറെ ലെവൽ ചാപ്റ്റർ ആണ്. സോ ഹിയർ ദ എൻഡ് ഓഫ് ദ മാത്തമാറ്റിക്സ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും, ചെറിയൊരു ഐഡിയ. കാരണം സിമ്പിൾ ക്വസ്റ്റൻ ഇടയ്ക്ക് സിമ്പിൾ ക്വസ്റ്റൻ വരാറ്, അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. സോ ഹിയർ ദ എൻഡ് ഓഫ് ദ മാത്തമാറ്റിക്സ്. ഒഫീഷ്യലി ഹിയർ ദ എൻഡ് ഓഫ് ദ മാത്തമാറ്റിക്സ്. മാത്സ് കഴിഞ്ഞെന്ന് ഞാൻ അനൗൺസ് ചെയ്തു. ഇനിയൊക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യലാണ്. ചാപ്റ്റർ 1 മുതൽ ചാപ്റ്റർ ലാസ്റ്റ് വരെ പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഒന്ന് കൈയടിച്ച് പാസ്സാക്കി. അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ് ചെയ്യാന്ന് പറയാം. അതിനാ പറയണേ, കൈയടിച്ച് പാസ്സാകൂ. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാ, ഞാൻ വിട്ടു. യെസ് അലീഷ ജാസ്, യെസ് ജോയൽ, യെസ് റിസ്വാൻ സുലൈമാൻ. ഇത്രയും എടുത്തോണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, മാത്സ് സിമ്പിൾ ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ മുഴുവൻ എടുത്താണല്ലോ നിങ്ങൾ ഇറങ്ങി ഓടും. ഇത്രയും പഠിച്ചതെന്ന് മനസ്സിലായി, മാത്സ് സിമ്പിൾ അല്ലേ? ഇത്രയും പഠിച്ചത് മാത്സ് സിമ്പിൾ ആണോ അല്ലേ? നിങ്ങൾ പറയും, സിമ്പിൾ ആണോ അല്ലേ? സിമ്പിൾ ഓർ നോട്ട്? ഫൗണ്ടേഷൻ മാത്സ്, ഫൗണ്ടേഷൻ CMA ഫൗണ്ടേഷൻ എടുക്കാതെ മാത്സ് പഠിച്ച ലോഗ് എടുക്കാടോ, പേടിക്കണ്ടോ? ലോഗ് ഞാൻ എടുക്കൂല പറഞ്ഞില്ല, പക്ഷെ എടുത്താൽ ചിലവരെ കിളി പോവും. സിമ്പിൾ ആണ്. യെസ് അക്ഷയ് സിയർ, സിമ്പിൾ ആണ്. മുഴുവൻ എടുത്ത സബ്ജക്ട് ടഫ് ആവും. അപ്പൊ എന്തിനു മുഴുവൻ എടുക്കണം? 10 മാർക്ക് മേടിച്ചാൽ പോരെ? 10 മാർക്ക് മേടിച്ചാൽ മതി. മാത്സ് 15 മാർക്ക് മേടിച്ചാൽ സൂപ്പർ. 10 മാർക്ക് മേടിച്ചാൽ നിങ്ങൾ അധികം ഒന്നും മേടിക്കണം. പഠിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ എനിക്ക് 10 മാർക്ക് മതി, ബാക്കി 30-35 മാർക്ക് ഞാൻ സ്റ്റാർട്ടിങ് പോകണം. മാത്സിൽ എനിക്ക് 10 മതി. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണം? പഠിച്ചാലല്ല ടെൻഷൻ ഉള്ളൂ, പഠിച്ചില്ലെങ്കിൽ എന്ത് ടെൻഷൻ? ഓക്കെ, നോ ഇഷ്യൂ വിത്ത് ദാറ്റ്. സോ മാനേജ് ദ സബ്ജക്ട്. ഓക്കെ, ചെയ്യാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സബ്ജക്ട് പോയാൽ പിന്നെ ഫുൾ എഴുതേണ്ടി വരും. അത് ഒരു സബ്ജക്ട് പോയാൽ ഫുൾ എഴുതേണ്ടി വരും. ശരി തന്നെയാണ്. ഓക്കെ, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു പെൺകുട്ടി ആലപ്പുഴയിൽ നമ്മുടെ സ്റ്റുഡന്റാ 195 മാർക്ക് കിട്ടി ഫെയിലായി. 5 മാർക്കിനാ പോയത്. ആളെല്ലാം പാസ്. ആൾക്ക് ഏതോ ഒരു സബ്ജക്റ്റിൽ മാർക്ക് പറഞ്ഞു. 195 മാർക്ക് കിട്ടി ഫെയിലായി. നല്ല പഠിക്കുന്ന കുട്ടിയാണ്. എനിക്കൊന്നും ആള് പ്രാവശ്യം ഈ ബാച്ചിൽ ഉണ്ടാവും. ഞാനത് ആരാന്ന് ചോദിക്കുന്നില്ല, ബട്ട് നല്ല പഠിക്കുന്ന ആളാ. 5 മാർക്കിനാ പോയത്. അത് ആ ഓൺലൈൻ പഠിത്തത്തിന്റെ ഒരു പോരായ്മയായിരിക്കാം. അതുകൊണ്ടൊക്കെയാണ്, അല്ലാതെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതാണ് ലാസ്റ്റ് തവണ ഏറ്റവും കുറവ് മാർക്ക്, ടോപ്പ് മാർക്ക് മേടിച്ച് തോറ്റ ആളതാണ് 195. ഓ, കാർത്തിക് റോയ്ക്ക് പോയതല്ലേ? 199 ഒന്നും കിട്ടില്ല ജോ, കിട്ടില്ല എന്ന് ഞാൻ പറയാം നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി. കിട്ടിയ ഞാൻ അടുത്ത ബാച്ചിൽ പറയും. കഴിഞ്ഞ ബാച്ചിൽ 199 മാർക്ക് കിട്ടി തോറ്റു എന്ന് പറയും. ഇല്ലാന്ന് വിചാരിക്കാൻ നമുക്ക് തൽക്കാലം. ഓക്കെ, നിങ്ങൾക്ക് ആൾക്കാർ അങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കണേ ആവട്ടെ. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്. യെസ് കാർത്തിക് റോയ്, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്. മോർണിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ലോയും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്. മോർണിംഗ് കേട്ടോ, നന്നായി മാനേജ് ചെയ്യണോ ക്വസ്റ്റ്യൻ പേപ്പറിനെ. മോർണിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് 50 മാർക്ക്, എക്കണോമിക്സിന് 25 മാർക്ക്, മാനേജ്മെന്റിന് 25 മാർക്ക്. രണ്ടും നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. കാരണം മോർണിംഗ് എക്സാമിനെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റൂ. ആഫ്റ്റർനൂൺ എക്സാം കടാണ്. ആഫ്റ്റർനൂൺ എക്സാമിൽ ആര് വരുന്നുണ്ട്? മാത്സ് വരുന്നത്. പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട മാത്സ്. പക്ഷെ മാർക്ക് കിട്ടൂല. ഇഷ്ടം ഭയങ്കരമാണ്, പക്ഷെ മാർക്ക് കിട്ടൂല. അപ്പൊ ആഫ്റ്റർനൂൺ ജസ്റ്റ് പാസ് മാർക്ക് മേടിക്കുക, മോർണിംഗ് പാസിനേക്കാൾ കൂടുതൽ വേണം. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. മനസ്സിലായ? ഏതാ നന്നായി പഠിക്കണ്ടേ? ഓക്കെ, ദാറ്റ്സ് അവർ സ്ട്രാറ്റജി. മോർണിംഗ് ടോപ്പ് സ്റ്റഡി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സൂപ്പറായിട്ട് പഠിക്കുക, എക്കണോമിക്സ് മാനേജ്മെന്റ് മാക്സിമം എഴുതുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രശ്നം കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എഴുതിയ കുട്ടികളുണ്ട്, അവർ ഷെയർ ചെയ്യും നിങ്ങളോട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻസിലെ വാല്യൂസ് ഒക്കെ ബിഗ് ആയിരുന്നു. അതായത് 0 എണ്ണി അവർക്ക് വയ്യാതായിരുന്നു. അതായത് ഇങ്ങനെ ചെറിയ സ്ക്രീനിൽ 0 ഉണ്ടപ്പോ ചെറിയ സ്ക്രീനിൽ 1 ലാഖിന് നമുക്ക് 1 ലാഖ് ആണെന്ന് ഡൗട്ട് ഉണ്ടാവും. കാരണം എന്താ? 0 എണ്ണി 1, 2, 3 അങ്ങനെ വലിയ വലിയ നമ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് 0 കൗണ്ട് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ് അല്ലെ? ശരിയല്ലേ സൽമാൻ?
സൽമാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റുഡന്റ് ആണ് ഞാൻ വിചാരിക്കുന്നു. സൽമാൻ അത് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എഴുതുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എഴുതുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നു. ബിഗ് നമ്പേഴ്സ് വന്നപ്പോൾ അത് എണ്ണീട്ടാണ് അവരെ സമയം പോയത്. ഇതിപ്പോ 20,000, 2 ലക്ഷം, 20 ലക്ഷം, ഇത് മനസ്സിലാവാൻ തന്നെ സമയം എടുക്കുകയാണ്. യെസ്, കാർത്തിക് റോഹിത്തും കറക്റ്റ് ആണ്. അപ്പൊ ആ ഒരു ഇഷ്യൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരെയും തോൽപ്പിച്ച്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ ചാടി പിടിക്കേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഫിനാൻഷ്യൽ. നന്നായി പഠിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ഷൻ ഒക്കെ തരാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ ഒരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കളക്ഷൻ ഇടും. അത് ചെയ്യുക, ഡൗട്ട് ചോദിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ ഇടാം. വെയിറ്റ്, ഇപ്പൊ തന്നെ ഇടാം. ഓക്കെ, ഒരു കളക്ഷൻ ഇടാൻ പോവാണ് ബുക്കിൽ. ആ കളക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുള്ളി വർക്ക്ഔട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിഞ്ഞോ, യു ആർ സേഫ്. ആ കളക്ഷൻ എടുക്കാനും കൂടെ ഞാൻ പഠിപ്പിച്ചുതരാം. ഒരു പണി ചെയ്യാം, ഞാനത് എടുക്കാനങ്ങ് പഠിപ്പിച്ചുതരാം. എല്ലാ ക്വസ്റ്റ്യൻ ഒരിക്കലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ? ഒരിക്കലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അപ്പൊ ഗ്രൂപ്പിലിടാം. സ്റ്റുഡൻസിൽ പോവാ. അതിൽ സ്റ്റാറ്റ്യൂ ഉണ്ടാവും കേട്ടോ. സ്റ്റാറ്റ്യൂ നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ ഏത് മാത്രം എടുത്താൽ മതി? മാത്സ് മാത്രം എടുത്താൽ മതി. ഞാനിതേ ഗ്രൂപ്പിൽ ഇടാൻ പോകുന്നു. ഏകദേശം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് നന്നായി വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു. ഇതാണ് ഒരു എക്സാം സ്റ്റാൻഡേർഡ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ ഗ്രൂപ്പിൽ ഇടണം? മലപ്പുറത്തുകാർ മൂസിൻ സാറോട് ചോദിക്കുക. ഞാൻ മൂസിൻ സാറിന് അയച്ചു കൊടുക്കട്ടോ. ഹാരി സാർ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് തരുമോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അത് ഞാൻ മൂസിൻ സാറിന് അയച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാനോട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ആൻസറും ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ആൻസർ നിങ്ങൾ നോക്കണ്ട, ആദ്യം ആൻസർ നോക്കാതെ തന്നെ ചെയ്യും. എങ്കിൽ പോലും ഫസ്റ്റ് സെറ്റ് ആൻസർ നോക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ആൻസർ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഗ്രൂപ്പിൽ നോക്കിയാൽ ശരിയല്ലേ? കിട്ടിയില്ലേ? എല്ലാവരും ഗ്രൂപ്പ് നോക്കിയേ, കിട്ടിയില്ലേ? യെസ്. കോമ്പിനേഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കോമ്പിനേഷൻ കണ്ടോ? പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഏതാ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? ഫ്രം എ കമ്പനി 50 men, 15 ആണുങ്ങളുള്ള കമ്പനി. ഹൗ മെനി സെലക്ട് 9 men? 9 ആളുകളെ എങ്ങനെ സെലക്ട് ചെയ്യാം? ടു എക്സ്ക്ലൂഡ് 3 ആളെ എടുക്കാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ 9 ആളെ എങ്ങനെ സെലക്ട് ചെയ്യാം? 3 ആളെ എടുക്കാൻ പാടില്ല എന്നാൽ പിന്നെ 15 ആൾ ഉണ്ടാ? ഇല്ലല്ലോ. പിന്നെ 15 ആളില്ലല്ലോ, 12 ആളുള്ളൂ. ആൻസർ 12 C9. എന്താ 3 പറയാൻ കാരണം? 12 C9, 9 ആളെ എടുക്കണം മുജിത്തപ്പ. എന്റെ ക്വസ്റ്റ്യൻ 12 C9 ചെയ്യാൻ പാടോ? ഇല്ല. എന്താ നിങ്ങൾ ചെയ്യണ്ടേ? 12 9 കുറച്ചത്രേ? 2 സെയിം ആണ്. ഓക്കെ, വെരി ഗുഡ് മുജിത്തപ്പ, വെരി ഗുഡ്. ഇനി എന്നെയൊക്കെ കടന്ന് ചിന്തിച്ചു. ഓക്കെ, 12 C എത്ര വരും? 10, 11, 12, 3. യെസ്, വെരി ഗുഡ്. 2 1. അത് വളരെ രസകരമാണ്. 2 1. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ചെയ്തോ. അടുത്ത ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആൻഡ് ഓർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു ആൻഡ് ഓർ ഓപ്പറേഷൻ ആണ്. നന്നായി ശ്രദ്ധിച്ചോ. കോമ്പിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആൻഡ് ഓർ ഓപ്പറേഷൻ. എന്റെ ക്യാമറ ഇപ്പോൾ ഓഫ് ആവും. ഞാനിപ്പോ ഒന്ന് സെറ്റ് ചെയ്യട്ടോ. 1 മിനിറ്റ്.
മൊബൈൽ ഒന്ന് ചാർജിന് വെച്ചു. ഒരു ആൻഡ് ഓർ ഓപ്പറേഷൻ ആയി പഠിപ്പിക്കാൻ പോകുന്നു. ആൻഡ് ഓർ ഓപ്പറേഷൻ എന്നായി ശ്രദ്ധിച്ചോ. റെഡിയാണോ? കോമ്പിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആൻഡ് ഓർ ഓപ്പറേഷൻ. ആൻഡ് ഓർ ഓപ്പറേഷൻ റെഡിയാണോ? Please respond. Are you ready? Yes. From അഞ്ചാം ദിവസം വായിക്കാം. From seven gentlemen, 4 ladies. 7 ആണുങ്ങളും ഉണ്ട്, 4 പെണ്ണുങ്ങളും ഉണ്ട്. മൊത്തം എത്ര ആളുണ്ട്? 11 ആളുണ്ട് അല്ലെ? 5 is to be formed. ഒരു കമ്മിറ്റി ഓഫ് 5 is to be formed. 5 പേര് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. How many will this be done? At least one lady. അതായത് ഒരു ലേഡി, മിനിമം ഒരു ലേഡിയെങ്കിലും വേണം ആ കമ്മിറ്റിയിൽ. മിനിമം ഒരു ലേഡിയെങ്കിലും വേണം. അങ്ങനെയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ലേഡി 4 ആള്, 1 ലേഡി ആൻഡ് 4 ആള്, ഓർ 2 ലേഡി ആൻഡ് ഞാൻ ആൻഡ് ഓർ പറഞ്ഞ ശ്രദ്ധിക്കണം. അതായത് 5 ആളാണ് മൊത്തം വേണ്ടത്. നന്നായി ശ്രദ്ധിച്ചോ. 5 ആളാണ് കമ്മിറ്റിയിൽ വേണ്ടത്. ഒരു ലേഡി മസ്റ്റ് ആയിട്ടും വേണം. എത്ര ലേഡി ഉണ്ട്? 4 ലേഡി ഉണ്ട്. എത്ര ജെന്നുണ്ട്? 7 ജെന്നുണ്ട്. 5 ആളെടുക്കണം. അപ്പൊ എങ്ങനെയൊക്കെ എടുക്കാം? ഒരു ലേഡി ആൻഡ് 4 ജെൻ, ഓർ 2 ലേഡി ആൻഡ് 3 ജെൻ, 3 ലേഡി ആൻഡ് 2 ജെൻ, ഓർ 4 ലേഡി ആൻഡ് 1. അപ്പൊ എങ്ങനെയാ വരിക? ആൻഡ് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഓർ പറയുമ്പോൾ പ്ലസ് ചെയ്യുക. നന്നായി ശ്രദ്ധിച്ചോ. മൊത്തം 7 ആളുകളുണ്ട്. അപ്പൊ ഒരു ലേഡി പറയുമ്പോൾ മൊത്തം 4 ലേഡിയിലുള്ള 4C1 ലേഡി ആൻഡ് 4C1 ആൻഡ് പറയുമ്പോൾ ഇൻഡുഡ 4C1 ആൻഡ് ബാക്കി എത്ര ആളെടുക്കണം? ഒരാളല്ലേ എടുത്തുള്ളൂ. ബാക്കി 7 ജനറൽ 7 എത്ര ആളെടുക്കണം? 7C3 3 അല്ല 7C4 എത്ര ആൾ മൊത്തം കമ്മിറ്റി എടുക്കണം? 5 ആളല്ലേ. അപ്പൊ 7C3 7C4 എടുക്കും. 4 എടുക്കും. ആൻഡ് അപ്പൊ ഒരു ലേഡി ആൻഡ് 3 ജെന്റ്സ്, ഓർ പറയുമ്പോൾ പ്ലസ് ഇടണം. എന്റെ സ്ക്രീൻ ഒന്ന് ലാഗ് ഉണ്ട് പോരും. ഓർ പറയുമ്പോൾ പ്ലസ് ഇടണം. ഇനി ഓർ എന്നാണ് അടുത്ത കേസ് പറയാൻ പോകും. അപ്പൊ പ്ലസ് ആടണം. കണ്ടോ, ഞാൻ പ്ലസ് ഇപ്പെടും. സ്ക്രീനിൽ ഇപ്പൊ പ്ലസ് വരും. ചെറിയ ലാഗ്. ഞാൻ ഡിസ്റ്റൻസ് ഒന്ന് മാറ്റി, മോഡോമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്ന് മാറിയത്. ലാഗ് കൂടി. സ്ക്രീൻ കംപ്ലീറ്റ് പോയി. കുറെ പേര് എക്സിറ്റ് ആയല്ലോ. അവിടെ മനസ്സിലായ? ഒരു ലേഡി ആൻഡ് 4 ആളുകൾ, ഓർ 2 ലേഡി. വെരി ഇമ്പോർട്ടന്റ്. 2 ലേഡി 4C2, 2 ലേഡി 4C2 ആൻഡ് 7 എത്ര ആളെടുക്കണം? 3 ആണുങ്ങൾ 7C3, ഓർ അടുത്ത ഓപ്ഷൻ എന്താ? 3 ലേഡി ആൻഡ് 2 ബോയ്, ഓർ അടുത്ത ഓപ്ഷൻ എന്താ? 4 ലേഡി ആൻഡ് 1 ജെൻ. കാരണം ലേഡി മാക്സിമം 4 എണ്ണല്ലേ ഉള്ളൂ. സോ ഇതാണ് ഫൈനൽ ആൻസർ. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻസർ. ഈസ് ദ പോയിന്റ് ക്ലിയർ ടു എവരിവൺ? പ്ലീസ് റെസ്പോണ്ട്. ഇത് ആൻഡ് ആണ്, ഇത് രണ്ടും തമ്മിൽ ഓർ ആണ്. ആൻഡ് ഓർ ഇങ്ങനെ സെറ്റ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് അടുത്ത ക്ലാസ്സിലോട്ട് സ്വന്തമായി വായിച്ച് പെർമ്യൂട്ടേഷനിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ട് വിവരം പറയും. എനി ഡൗട്ട്സ് ക്ലാസ് ഡിസ്കസ് ചെയ്യും. ഹിയർ ദ എൻഡ് ഓഫ് ദ മാത്തമാറ്റിക്സ്. ലോഗരിതം മാത്രമേ പറയാനുള്ളൂ. അത് ഞാൻ റിവിഷന്റെ കൂടെ പറയും. 10 മിനിറ്റ് എനിക്ക് സംസാരിക്കണം. അതിന്റെ കൂടെ സംസാരിക്കില്ല ലോഗരിതം, കാരണം അതിന്റെ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ. സ്റ്റഡി വെൽ. നന്നായി പഠിക്കും കേട്ടോ. സ്റ്റഡി ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു. ഞാൻ ഇന്നിട്ട് വർക്കൗട്ട് ചെയ്യും കേട്ടോ. ഇന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യും. അതിൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ വർക്കൗട്ട് ചെയ്യും.
ഇന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പ്രത്യേകം വർക്ക്ഔട്ട് ചെയ്യൂ കേട്ടോ. എല്ലാ ഏരിയയും വർക്ക്ഔട്ട് ചെയ്യും. ഡൗട്ടുകളൊക്കെ ചോദിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.